കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സക്സസ് സ്റ്റോറി ടീം എന്നുള്ളത് കണ്ണൂർ ജില്ലയുടെ ഇങ്ങേ അറ്റത്താണ്, കരിവള്ളൂർ. ചരിത്ര രേഖകളിൽ തങ്ക ലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ ഒരു പുണ്യഭൂമി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയേറെ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു മണ്ണിലാണ് ഞങ്ങളുള്ളത്, കരിവള്ളൂർ എന്ന കൊച്ചു ഗ്രാമം. ഈ ഗ്രാമത്തിൻ്റെ ശില്പി A.V. കുഞ്ഞമ്പുവിൻ്റെ മണ്ണിലാണ് ഞങ്ങളുള്ളത്. അദ്ദേഹം 18 രൂപ കൊടുത്ത് വാങ്ങിയ 18 സെൻറ്റ് സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ മകൻ പണിതുയർത്തിയ കൊച്ചു വീട്ടിൽ. പണ്ട് ആ വീട് നാട്ടുകാർ പണിതു കൊടുത്തതാണ്. ഈ സമീപകാലത്ത് നമ്മെ വിട്ടു പിരിഞ്ഞു പോയ വിപ്ലവ നായകൻ V.S. അച്യുതാനന്ദൻ കണ്ണൂർ ജില്ലയിൽ വന്നിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ തവണ വന്നിട്ടുള്ള ഒരു മണ്ണ്, അത് ചരിത്രമാണ്. അദ്ദേഹവും V.S. അച്യുതാനന്ദനും ഈ മണ്ണും തമ്മിലുള്ള ബന്ധവും ചരിത്രമാണ്. പക്ഷെ ആ ചരിത്ര പശ്ചാത്തലത്തിലേക്കല്ല ഞങ്ങൾ വന്നത് ലോയേഴ്സ് യൂണിയന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. വിജയകുമാറിനെ തേടി ആണ് ഞങ്ങളെത്തിയത്. അദ്ദേഹം A.V. കുഞ്ഞമ്പുവിൻ്റെ മകനാണ്. A.V. കുഞ്ഞമ്പു MLA ആയിരുന്നു, രാജ്യസഭ അംഗമായിരുന്നു. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളിൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്ന് കരുതി പച്ച ഓലയിൽ കെട്ടി കൊണ്ടുപോകുന്നതിനിടയിൽ വെള്ളം ചോദിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന മനുഷ്യനാണ് A.V. കുഞ്ഞമ്പു. അപ്പോൾ A.V. കുഞ്ഞമ്പുവിനെയും നമുക്കറിയണം. അദ്ദേഹത്തെ പുതിയ തലമുറയൊക്കെ എത്രമാത്രം അറിയുമെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. കാരണം രാഷ്ട്രപിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അറിയാത്ത ഒരു തലമുറ വളർന്നു വരുന്ന ഒരു കാലമാണ്. നമുക്ക് ന്യൂജൻ മീഡിയയൊക്കെ ചിലപ്പോൾ റോഡിലൂടെ പോകുമ്പോൾ ചെറുപ്പക്കാരോട് ചോദിക്കും, ആരാണ് നമ്മുടെ രാഷ്ട്രപിതാവ്, ആരാണ് നമ്മുടെ ഭരണഘടനാ ശില്പി എന്നൊക്കെ ചോദിക്കുമ്പോൾ കുട്ടികൾ ചിരിച്ചുകൊണ്ട് ഞങ്ങൾക്കത് അറിയില്ല, അതാരാണ് എന്ന് തിരിച്ചു ചോദിക്കുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ A.V. കുഞ്ഞമ്പുവിനെ നമുക്കൊന്നറിയണം, അദ്ദേഹത്തിൻ്റെ മകനെ അറിയണം. കരിവള്ളൂരിൻ്റെ സമര പോരാട്ടങ്ങളിലൂടെയും നമുക്ക് ചെറുതായൊന്ന് സഞ്ചരിക്കാം. പ്രേക്ഷകർക്കും ഒപ്പം കുഞ്ഞമ്പുവിൻ്റെ പ്രിയപ്പെട്ട മകൻ വിജയകുമാർ വക്കീലും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. പക്ഷേ നമ്മൾ ഈ പുതിയ തലമുറ ഈ ചരിത്രം മറക്കുന്നു. ഭരണകർത്താക്കൾ പോലും ചരിത്രത്തെ ഇങ്ങനെ തുടച്ചു മാറ്റുകയാണ്. ഒത്തിരി വലിയ മനുഷ്യർ ജീവത്യാഗം ചെയ്തും പോരാട്ടം നടത്തിയും നേടിയെടുത്ത സുഖ സൗകര്യങ്ങൾ ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ഇന്നത്തെ തലമുറ. അത് നമ്മൾ മറക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുകയും മറപ്പിക്കാൻ ചരിത്രം തേച്ചു മാച്ചു കളയുന്ന പുതിയ കാലഘട്ടത്തിൽ ആണ് നിങ്ങളെപ്പോലുള്ളവരെ നമ്മൾ തേടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് താങ്കളെ അന്വേഷിക്കുമ്പോൾ ആദ്യം മാതാപിതാക്കളിൽ നിന്ന് തുടങ്ങാം. അച്ഛൻ A.V. കുഞ്ഞമ്പു, A.V. കുഞ്ഞമ്പു. അമ്മ K. ദേവയാനി. അമ്മയുടെ ഫോട്ടോ ഉണ്ട്. ശരിക്കും അച്ഛനും അമ്മയും ഇവിടെ തന്നെയാണോ രണ്ടുപേരുടെയും ജനനം? അല്ലല്ല, അമ്മ പുന്നപ്ര, ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിലെ പറവൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അമ്മ. പറവൂരിൽ അമ്മ വളരെ ചെറിയ പ്രായത്തിൽ, അതായത് പാവാടയും ബ്ലൗസ് കൊടുത്ത് നടക്കുന്ന കാലത്ത് ഈ തൊഴിലാളികൾക്കെതിരെയും അതുപോലെ തന്നെ അവിടെയുള്ള സാധാരണ ജനങ്ങൾക്കെതിരെയും നടന്ന കടന്നുകയറ്റങ്ങൾക്കെതിരായി പോരാടിയ ഒരു മഹിളാ പ്രവർത്തകയാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അമ്മ ഈ മഹിളാ പ്രവർത്തന രംഗത്ത് മുന്നിൽ വന്നു. അന്ന് അച്ഛനില്ല, അന്ന് അച്ഛൻ അവിടെയില്ല, ആലപ്പുഴയില്ല, അന്ന് കരിവള്ളൂരിലെ നിരവധി സമരങ്ങളിലൊക്കെ അച്ഛൻ പെട്ട് അച്ഛൻ ഒളിവിൽ പോയി. ഒളിവിൽ അദ്ദേഹം ആലപ്പുഴയിലെ ജില്ലാ സെക്രട്ടറിയായിട്ട് അവിടെ പാർട്ടി ഉത്തരവാദിത്വത്തിൽ കൃഷ്ണൻ നായർ എന്നുള്ള പേരിൽ അവിടെ വന്ന് ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് പാർട്ടി പ്രവർത്തനം നടത്തുന്ന കാലത്താണ് അമ്മയും അച്ഛനും തമ്മിൽ കാണുന്നത്. അതിനു മുമ്പ് തന്നെ അമ്മ ഇങ്ങനെ ഇതുപോലുള്ള മഹിളാ പ്രസ്ഥാനങ്ങളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ മുന്നിട്ട് നിന്നൊരു സ്ത്രീയാണ്. അപ്പോൾ അവിടെ വെച്ച് ശരിക്ക് അമ്മയെ കണ്ടെത്തുന്നത് P. കൃഷ്ണപിള്ളയാണ്. അച്ഛനുമായി പരിചയപ്പെട്ടതിന് ശേഷം മഹിളാ പ്രസ്ഥാനത്തിൽ നിന്നും നമ്മുടെ പ്രസ്ഥാനത്തിൽ, അതായത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ മുന്നണിയിൽ നിൽക്കുന്ന സ്ത്രീകൾ വേണമെന്നുള്ള തീരുമാനമുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് അച്ഛൻ അമ്മയുമായിട്ട് പ്രണയത്തിലാവുകയും ക്രമേണ
അച്ഛൻ അമ്മയെ കല്യാണം കഴിക്കും, വിവാഹം കഴിക്കുകയും ചെയ്തു. അച്ഛൻ എങ്ങനെയാണ് ഇവിടെ നടത്തിയ പ്രധാന പോരാട്ടങ്ങളിലൊന്നാണല്ലോ വെടിവെപ്പൊക്കെ ഉണ്ടായത്. അതാണല്ലോ ഏറ്റവും ഏറ്റവും പ്രധാന കരിവള്ളൂർ സമരം. എന്തായിരുന്നു അതിന്റെ ഒരു പശ്ചാത്തലം? കരിവള്ളൂർ സമരം എന്ന് പറയുന്നത് ഇവിടെയുള്ള സാധാരണക്കാരായ മനുഷ്യർ വാരവും പാട്ടവും കൊടുത്തുണ്ടാക്കിയ വിഭവങ്ങളുണ്ടല്ലോ, അതിൽ വാരവും പാട്ടവും അളന്നു വാങ്ങുന്നത് ചിറക്കൽ കോവിലത്തെ തമ്പുരാക്കന്മാരാണ്. അപ്പോൾ ആ വാരവും പാട്ടവും അളന്നു വാങ്ങി ഇവിടെ കുളിയലിൽ സൂക്ഷിച്ചിട്ട് അത് നേരെ ചിറക്കലേക്ക് കൊണ്ടുപോകുന്ന ഒരു പരിപാടിയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ കൊണ്ടുപോകരുത്, ഇവിടെയുള്ള ജനങ്ങൾക്ക് അത് അളന്നു കൊടുക്കണം, അവരോട് പണം വാങ്ങിയിട്ടായാലും ഇവിടുത്തെ സ്റ്റോറിൽ അത് അളന്നു കൊടുക്കണം എന്ന് പറഞ്ഞ് ഇവിടുത്തെ കർഷക സംഘം മുന്നോട്ട് വന്നു. അതിൻ്റെ മുന്നണിയിൽ നിന്നൊരാളാണ് അച്ഛൻ. അപ്പോൾ അങ്ങനെ കർഷക സംഘം ആവശ്യപ്പെട്ടെങ്കിലും ചിറക്കൽ തമ്പുരാൻ അതിന് തയ്യാറായില്ല. അങ്ങനെ വന്നപ്പോൾ ഇവിടെ നിന്ന് തോണിയിൽ ഇതുപോലെ നെല്ല് കൊണ്ടുപോകുന്ന ഒരു പരിപാടി തടസ്സം ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ കരിവള്ളൂർ സമരത്തിൻ്റെ തുടക്കം. അന്നാണ് വെടിവെപ്പുണ്ടായത്. അന്ന് ആദ്യം തടസ്സം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതനുസരിക്കാതെ MSPയുടെയും അതുപോലെ ഗുണ്ടകളുടെയും സാന്നിധ്യത്തിൽ നെല്ല് വള്ളത്തിൽ കയറ്റി വഞ്ചിയിൽ കയറ്റി അങ്ങോട്ട് കൊണ്ടുപോകുന്ന ആ സമയത്ത് ഉണ്ടായ സംഘർഷമാണ് കരിവള്ളൂർ സമരം. അതിൽ ജമേദാറിൻ്റെ നേതൃത്വത്തിൽ വന്ന ഒരു സംഘം MSPക്കാരെ അച്ഛൻ തടഞ്ഞു. അച്ഛൻ്റെ നേതൃത്വത്തിന് പുറമെ അതിന് പുറമെ കൃഷ്ണ മാസ്റ്റർ, പയങ്ങപ്പാടം കുഞ്ഞിരാമൻ, അങ്ങനെ തുടങ്ങിയിട്ട് കരിവള്ളൂരിലത്തെ പ്രധാനപ്പെട്ട പഴയ നേതാക്കന്മാർ അതിൻ്റെ മുന്നണിയിലുണ്ട്. അവിടെ വെച്ച് ജമേദാർ തടഞ്ഞു. ജമേദാറിൻ്റെ കഴുത്തിന് അച്ഛൻ പിടിച്ചു. അച്ഛനെ ബാനറ്റ് കൊണ്ട് ചാർജ് ചെയ്തു. തുടർന്ന് അങ്ങോട്ട് വെടിവെപ്പില്ലാത്ത ചാർജ് ഉണ്ടായി. ആ വെടിവെപ്പിലാണ് 2 പേര് മരിക്കുന്നത്. ആ 2 പേര് മരിക്കുകയും കുറേ പേർക്ക് പരിക്ക് പറ്റുകയും അച്ഛനും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട പ്രവർത്തകർക്കും പരിക്കേൽക്കുകയും ചെയ്തു. അതിൽ 4 പേരെയാണ് ഈ പച്ചോലയിൽ കെട്ടി അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ പച്ചോലയിൽ കെട്ടി കൊണ്ടുപോയ ഒരാളാണ് വഴിക്ക് വെച്ച് വീണ്ടും ജീവൻ വെക്കുകയും ഈ പൊതുപ്രസ്ഥാനങ്ങളുടെ മുന്നണിയിലേക്ക് വരികയും ചെയ്യുന്നത്. അതിനുശേഷമാണ് ആലപ്പുഴയിലേക്ക് പറിച്ചു നടക്കുന്നത്. അത് കഴിഞ്ഞ് അച്ഛൻ അച്ഛൻ ആലപ്പുഴ ജീവിതം കഴിഞ്ഞതിന് ശേഷമാണ്. അതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു കേസിൽ അച്ഛൻ ഒളിവിൽ പോയപ്പോൾ പാർട്ടി സെക്രട്ടറിയായി അവിടെ പ്രവർത്തിച്ചു. അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയെ കാണുന്നതും അമ്മയെ പരിചയപ്പെടുന്നത്. കരിവള്ളൂർ സമരത്തിൻ്റെ കാലഘട്ടത്തിൽ അമ്മ ഇവിടെയുണ്ട്. അമ്മ എൻ്റെ മൂത്ത ചേച്ചി ഗർഭിണിയാണ്. ആ സമയത്ത് രാധാമണി എന്നാണ് പേര്, ഗർഭിണിയാണ്. പക്ഷേ ആ ഗർഭിണിയായ അമ്മയോട് അച്ഛൻ യാത്ര പറഞ്ഞാണ് കരിവള്ളൂരിലെ സമരത്തിന് പോകുന്നത്. അപ്പോൾ അത് ഒരുപാട് വിഷ്വൽസിലൊക്കെ വന്നിട്ടുണ്ടത്. അച്ഛൻ്റെ കയ്യിൽ ആകെയുള്ളൊരു സ്വത്ത് എന്ന് പറയാൻ ഈ വാച്ചാണ്. ഈ വാച്ച് ഊരി അമ്മയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഈ വാച്ച് വിറ്റിട്ട് ആ കിട്ടുന്ന പൈസ കൊണ്ട് ആലപ്പുഴയ്ക്ക് പോയിക്കോളൂ, നമ്മൾ തമ്മിൽ കണ്ടാൽ ഇനി കാണാം എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ പോകുന്നത്. അമ്മ ഇങ്ങനെ ഗർഭിണിയായ അമ്മയാണേ. അമ്മ ഇങ്ങനെ കാത്തു നിൽക്കുക, അന്തം വിട്ട് നിൽക്കുക. അത് കഴിഞ്ഞ് അച്ഛനങ്ങ് പോയി കഴിഞ്ഞ് അച്ഛൻ മരിച്ചു എന്നാണ് പിന്നെ വാർത്ത കിട്ടുന്നത്. അമ്മ പിന്നെ നേരെ ആലപ്പുഴക്ക് പോകുന്നുണ്ട്. ആലപ്പുഴക്ക് പോകുന്നുണ്ട്. പിന്നീടാണ് എൻ്റെ ചേച്ചി മരിക്കുന്നത്. ചേച്ചി മരിച്ച് ചേച്ചിയും അമ്മയും മാത്രമുള്ള സമയത്ത് സ്ഥിരമായി പോലീസുകാരുടെ ശല്യവും അതുമൊക്കെ ഉണ്ടാവും. അപ്പോഴൊക്കെ അമ്മ ചെയ്തെന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ്റിൽ ഒരു റൂമുണ്ട്. ആ റൂമിൽ ചേച്ചിയെ ഇട്ടിട്ട് അമ്മ പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അടുത്ത വീട്ടിൽ പോകും, അതിനടുത്ത വീട്ടിൽ പോകും, അങ്ങനെ ദൂരെ പോകും. അപ്പോൾ ഇങ്ങനെ പോയി കുറേ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് കരഞ്ഞ് ഉറങ്ങുന്ന ചേച്ചിനെ കാണുക. കാരണം വേറെ ആരുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഉറങ്ങി അവസാനം എന്തായെന്ന് പറഞ്ഞാൽ പനി പിടിച്ച് ഗുരുതരമായ അസുഖം ബാധിച്ചു ചേച്ചിക്ക്. അപ്പോൾ ചേച്ചീനെ തോളത്തിട്ടിട്ട് അമ്മ നേരെ തിരിച്ച് ആലപ്പുഴക്ക് പോവുകയാണ്. ആലപ്പുഴയിലെത്തി ചുരുക്കം ദിവസങ്ങൾക്കുള്ളിൽ ചേച്ചിക്ക് ആ അസുഖം വർദ്ധിച്ചു. അങ്ങനെ അവിടെ വെച്ച് ചികിത്സാ സൗകര്യങ്ങളൊന്നും ഒന്നുമില്ല, അവിടെ വെച്ച് മരിക്കുകയാണ് ചെയ്തത് ചുരുക്കം തന്നെ. അതിന് കാരണം ഇത് തന്നെയാണ്. അനാഥമായി ഇവിടെ ഈ പടിഞ്ഞാറ്റയിൽ കിടന്നുറങ്ങിയല്ല, കരഞ്ഞുറങ്ങുകയാണ്. കാരണം ഒന്നുമില്ല, ഭക്ഷണമില്ല, ആരുമില്ല സഹായിക്കാൻ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഉറങ്ങി തിരിച്ചിവിടെ വരുമ്പോഴത്തേക്ക് ഉറങ്ങുന്ന ആളെയാണ് കാണുക. എന്തെങ്കിലും കൊടുത്ത് അങ്ങനെ സമാധാനിപ്പിച്ച് അത് പക്ഷേ എത്ര ദിവസം ഒരു കുട്ടിക്ക് നേരിടാൻ കഴിയും. അത് കഴിഞ്ഞ് 4 വയസ്സുള്ള രക്തസാക്ഷി എന്ന് പറഞ്ഞിട്ട് പിന്നെ ദേശാഭിമാനിയിലുണ്ടായിരുന്നു അത് വിശദമായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഏച്ചി നഷ്ടപ്പെട്ടത്. അപ്പോൾ ഏച്ചിയുടെ വരുമ്പോഴത്തേക്ക് പോലീസുകാർ ഈ അച്ഛൻ്റെ ഫോട്ടോ കാണിക്കും. എന്നിട്ട് പറയും, ഈ കണ്ടിട്ടുണ്ടോ എങ്ങനെയാന്ന് ചോദിക്കും. അതെന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ല എന്ന് പറയും. ഒരു തവണ വന്നപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം ചേച്ചി പറഞ്ഞു, അത് പാടിപ്പോയി എന്ന് പറഞ്ഞു. പാടിപ്പോയി എന്നുള്ളതല്ല. അപ്പോൾ അതാണ് അന്നേരത്തെ 4 വയസ്സ്. പക്ഷെ അതാണ് അവിടെ അച്ഛൻ പക്ഷേ ജയിലിൽ നിന്നും ഒളിവിൽ നിന്നും വരുമ്പോൾ താടിയൊക്കെ വളർത്തിയിട്ട് വരുമ്പോൾ
പാന്തം പാന്തം എന്ന് പറഞ്ഞിട്ട് ഓടാറുണ്ട്. അത് ഏതോ ഒരു സിനിമയിൽ വന്നിട്ടുണ്ട്. മൂത്തവാള് 4 വയസ്സുകാരി പിരാതനാണ് വരുന്നത്, താടിയെല്ലാം വളർത്തിയാണ്. അപ്പം അങ്ങനെ ഒരുപാട് അനുഭവിച്ചു. നിങ്ങൾ ഏച്ചി മരിച്ചതിന് ശേഷമാണോ നിങ്ങളൊക്കെ ഉണ്ടാകുന്നത്? 52-ലാണ് ഞാൻ. അതിന് മുമ്പാണ് ഏച്ചി മരിക്കുന്നത്. അത് കഴിഞ്ഞ് എത്ര പേരാണ് നിങ്ങളിപ്പോൾ മക്കൾ? ഞങ്ങൾ മൊത്തം പിന്നെ 6 മക്കളാണുള്ളത്. മൂത്തതാണ് ഏച്ചി. ഏച്ചി മരിച്ചു. ഏച്ചി കൂടാതെ തന്നെ ഞങ്ങൾ 6 മക്കളുണ്ട്. 6 മക്കളിൽ ഏറ്റവും മൊത്തം 7 പേര്. ബാക്കിയുള്ളവർ? ബാക്കി ഈ ഒന്ന് എൻ്റെ നേരെ ഇളയത് മാലതിയാണ്. ഇവിടെ ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്നു. മഹിളാ ഫെഡറേഷൻ്റെ ഇവിടുത്തെ ഏരിയ സെക്രട്ടറി പ്രസിഡൻ്റായിരുന്നു. പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരത്താണുള്ളത്. കാരണം അവൻ്റെ പിന്നെ ഈ മാലതിയുടെ മകൻ അവിടെ ജോലി ചെയ്യുന്നതാണ്, മകളും ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ കുട്ടികൾ അനാഥാകുന്നതുകൊണ്ട് തൽക്കാലം നമ്മളെല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് അവിടെ. ബാക്കിയുള്ളതിൽ വേറെ ഒരു അനുജത്തി എന്ന് പറയുന്നത് ബാസുരയാണ്. ബാസുര കല്യാണം കഴിച്ചു കൊണ്ടുപോയിരിക്കുന്നത് പിന്നെ ഇവിടെയാണ്, കണ്ണൂരാണ്. അവിടെ കല്യാണം കഴിച്ചുകൊണ്ട് തമ്പാൻ എന്ന് പറഞ്ഞിട്ടൊരാളാണ്. നല്ല വർക്ക് ചെയ്യുന്നത്. നല്ല എൻ്റെ മാലതിയുടെ തൊട്ടുള്ളതാണ് കരിവള്ളൂർ മുരളി. കരിവള്ളൂർ മുരളി ഇപ്പോഴ് പിന്നെ കലാസാംസ്കാരിക പ്രവർത്തകനാണ്, നാടകകൃത്താണ്, എല്ലാ തരത്തിലും. ഇപ്പോഴിതിൻ്റെ സെക്രട്ടറിയാണ്, സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറിയാണ്, തൃശ്ശൂരാണ്. അതിൻ്റെ താഴെ ബാലേന്ദ്രൻ. ബാലേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കുറച്ച് ചില്ലറ കോൺട്രാക്ട് വർക്കെല്ലാം ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. അതിൻ്റെ ഇളയത് ജയദേവനാണ്. ജയദേവൻ എന്ന് പറഞ്ഞാൽ ഡിസംബർ ബുക്സ് എന്ന് പറഞ്ഞിട്ട് പുസ്തക പ്രകാശന രംഗത്താണല്ലോ. ചെറുതായിട്ട് അങ്ങനെ അതുകൊണ്ട് ജീവിക്കുന്ന ആർക്കും വേറെ ജോലിയുണ്ട്. നിങ്ങൾ മാത്രമാണ് അഭിഭാഷക രംഗത്ത്? ഞാൻ അഭിഭാഷക രംഗത്തുണ്ട്. ഞാൻ എല്ലാം BA പഠിക്കുന്ന സമയത്ത് ആലപ്പുഴ ഇത് SD കോളേജിലാണ് BA പഠിച്ചത്. BA പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞു, എന്തെങ്കിലും ഒരു ജോലി ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്തെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് ചോദിച്ചു. അച്ഛനപ്പോൾ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, സഖാവ് AV പറഞ്ഞിട്ട് റെക്കമെൻഡ് ചെയ്തിട്ട് എൻ്റെ മകനൊരു ജോലി കിട്ടില്ല. മറ്റൊന്ന്, ഞാൻ സഖാവ് AVയുടെ മകനാണ്, എനിക്കൊരു ജോലി സംഘടിപ്പിച്ച് തരണമെന്ന് എൻ്റെ സഖാക്കളോട് പറഞ്ഞിട്ട് എൻ്റെ മോൻ ജോലി വാങ്ങിക്കാനും പാടില്ല. അതാണ് ഏറ്റവും നല്ല ഉപദേശം. അതെ, നല്ല വിദ്യാഭ്യാസം കൊടുത്തായിരുന്നു അച്ഛൻ. വിദ്യാഭ്യാസം അത് തന്നെയാണ്. അവർക്ക് വളരെ ചെറിയ വരുമാനമാണ് അച്ഛന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും വിദ്യാഭ്യാസമൊന്നും അധികം കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഏറ്റവും കൂടുതൽ ഞാനെങ്ങനെ വിദ്യാഭ്യാസം കഴിച്ചതെന്ന് പറഞ്ഞാൽ, ഇവിടെ 10ാം ക്ലാസ് വരെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അവിടെ ആലപ്പുഴ പോയാൽ ആലപ്പുഴ അമ്മയുടെ ചേട്ടൻ ശങ്കുണ്ടി മുതലാളി എന്നൊക്കെ പേര്, ചായക്കട നടത്തുന്ന. അപ്പോൾ അവിടെ പോയി അവിടെ സഹായിക്കുക, ചായക്കടയിൽ സഹായിക്കുക. അതിൻ്റെ തൊട്ടടുത്താണ് SD കോളേജ്. അവിടെ പോയാൽ അവിടെ വിദ്യാഭ്യാസം കിട്ടും. അപ്പോൾ ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേക്കും. ഇപ്പോഴും 6 മണിക്ക് എഴുന്നേക്കുമല്ലോ. 6 മണിക്ക് എഴുന്നേറ്റ് 9 മണി വരെ ചായക്കടയിൽ തന്നെ ജോലി ചെയ്യും. ജോലി ചെയ്ത് അവിടുന്ന് ഒരു ഓട്ടമാണ്. അത് ഈ പാടങ്ങളെല്ലാം ചവിട്ടി ഓടി കോളേജിൽ ചെന്ന്, ഞാൻ കോളേജിൽ ചേർന്ന് അങ്ങനെ പഠിക്കുകയായത്. അങ്ങനെ ഡിഗ്രി വരെ അവിടെ 5 കൊല്ലം പഠിച്ചു. പഠിച്ചത് പാർട്ട്ലി ചായക്കട ജോലി, പിന്നെ ബാക്കി അവിടെ മറ്റ് സംഘടനാ പ്രവർത്തനം ഉണ്ട്, അതിൻ്റെ ഇടയിൽ വിദ്യാർത്ഥി പ്രസ്ഥാനം, അതിന് പുറമെ പഠിപ്പും. അങ്ങനെയാണ് അവിടെ. അത് കഴിഞ്ഞതിന് ശേഷമാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. ഈ 10ാം ക്ലാസ് വരെ എവിടെയാണ് പഠിച്ചത് ശരിക്കും? ഇവിടെ തന്നെ. ആ കാലഘട്ടത്തിൽ ഞാൻ KSFൽ അംഗമാണ്. KSFൽ അംഗമാണെന്ന് മാത്രമല്ല, സ്കൂൾ ലീഡറായിരുന്നു. 2 കൊല്ലം ലീഡറായിരുന്നു. കാരണം 9ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ലീഡറായിരുന്ന ഒരു അടിയോടിയുണ്ട്. അടിയോടി 9ാം ക്ലാസ്സിൽ തന്നെ കല്യാണം കഴിച്ചു. കാരണം നല്ല പ്രായം പ്രായമുണ്ട്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കല്യാണം കഴിച്ചു. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പകുതി 9ാം ക്ലാസ്, എൻ്റെ 9ാം ക്ലാസ്സിൻ്റെ പകുതി ലീഡറായി. അത് കഴിഞ്ഞ് 10ാം ക്ലാസ്സിൽ ലീഡറായി. ഈ 10ാം ക്ലാസ് വരെയുള്ള പഠനകാലമൊക്കെ ജീവിത നിലവാരം എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, ജീവിത നിലവാരം എന്ന് പറഞ്ഞാൽ LP സ്കൂളൊക്കെ എങ്ങനെയായിരുന്നു? LP സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എന്തായിരുന്നു അവസ്ഥ? LP സ്കൂളിലും UP സ്കൂളിലും പഠിക്കുന്ന സമയത്ത് ഒന്ന് സാമ്പത്തിക സ്ഥിതി, സമൂഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ കുറവാണല്ലോ. ഇവിടെ അത് തന്നെ. ഇവിടെ ഈ 18 സെന്റ് 18 രൂപയ്ക്ക് വാങ്ങിയിട്ട് വീടൊക്കെ ഉണ്ടായിരുന്നു അന്നേരം ഇവിടെ? ഇല്ല, നാട്ടുകാരുണ്ടാക്കിയ വീടാണ്. നാട്ടുകാരാണ് വീടുണ്ടാക്കി. അത് ഞാൻ എൻ്റെ മകളുടെ കല്യാണം നടക്കുന്നവരെ അതന്നെ വീട്. അതിൽ ഈ പഴയ അളത്തത്തെങ്ങ് അതൊക്കെയാണ് എൻ്റെ റാഫ്റ്റേഴ്സ് ഉണ്ട്. അത് ഇങ്ങനെ കുത്തൻ കുത്തി അതിൽ നിന്നൊരു തരം ഈ ചെള്ള് അങ്ങനെയുള്ള സാധനങ്ങളുടെ നിലത്ത് വീഴുകയെ. അപ്പോൾ അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെറുപ്പകാലമൊക്കെ ആ വീട്ടിലാണ്. എത്ര മുറി ഉണ്ടായിരുന്നു അന്നേരം? അതായത് പടിഞ്ഞാറ്റാന്ന് പറഞ്ഞിട്ടൊരു മുറിയുണ്ട്. ആ മുറിയിൽ പിന്നെ എല്ലാവർക്കും കിടക്കാം, നിരന്ന് കിടക്കുക എന്ന് മാത്രം. മക്കളെല്ലാം നിരന്ന് കിടക്കുക? അതെ, എല്ലാവരും നിരന്ന് കിടക്കുക എന്നുള്ളത്. പിന്നൊരു ഇറയകം മുൻഭാഗത്ത്. ഒറ്റ മുറി വീടാണ്? ഒറ്റ മുറിയാണ്. ആ മുറിയുടെ പുറയിൽ ഒരു ഇറയകം, മുമ്പിലൊരു ഇറയകം ഉണ്ടല്ലോ, വറാന്ത പോലെ. അതിങ്ങനെ തിരിക്കുന്നതാണ് പിന്നെ നടത്തിയിട്ടുള്ള വലിയ നിർമ്മാണ പ്രവൃത്തികൾ.
അതങ്ങനെ തിരിച്ച് അതിൻ്റെ നടുവിൽ ചുവര് വെച്ചിട്ട് അത് ഒരു മുറി ഇതൊരു മുറി. എത്ര കാലം വരെ ആ വീട് അങ്ങനെ തുടർന്നു? എൻ്റെ മകളുടെ കല്യാണം നടന്നത് ഒരു 8-9 കൊല്ലം മുമ്പാണ്. 10 കൊല്ലം വരെ മുമ്പ് വരെ ആ വീടായിരുന്നു? ആ വീടാണ്. ഞാൻ വക്കീലായിക്കഴിഞ്ഞ ശേഷം ഞാൻ കല്യാണം കഴിച്ചിട്ട് പിന്നെ ഭാര്യയെ കൊണ്ടുവരുന്ന അവൾ MA ലിറ്ററേച്ചറാണ്, ഗോൾഡ് മെഡലിസ്റ്റൊക്കെയാണ്. ഗോൾഡ് മെഡലിസ്റ്റ് ഈ വീട്ടിലേക്കാണ് കൊണ്ടുവന്നത്. അത് മാത്രമല്ല, ഇത് കക്കൂസിൻ്റെ വാതിൽ അടക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ചരട് പിടിച്ചിട്ട് ഇരിക്കണം അതിൻ്റെ അകത്ത്. അതാണ് അന്നേരത്തെ സ്ഥിതി. അപ്പോൾ ഭക്ഷണം അതാണ്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമായ ഭക്ഷണം. നമുക്ക് ഒന്നേ ഉള്ളൂ, പിന്നെ ചോറ് മാത്രമാണ് ഞങ്ങളെ ലക്ഷ്യം. ചോറ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കുന്നില്ല, നമുക്ക് വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട് അരിയൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. മറ്റെല്ലാം നമ്മളിപ്പോൾ ചോറുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കപ്പക്ക, വെള്ളരിക്ക, അങ്ങനെ പല സ്ഥലത്തുനിന്നും സംഘടിപ്പിച്ച് കൊണ്ടിരുന്ന കറികളാണ്. അച്ഛൻ്റെ വരവെങ്ങനെയാണ്? അച്ഛൻ്റെ എന്തായാലും എന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്ത് വർക്ക് ചെയ്യുന്ന അച്ഛൻ 11 കൊല്ലം കണ്ണൂർ ജില്ലയുടെ സെക്രട്ടറിയായിരുന്നു. ഈ 11 കൊല്ലം പാർട്ടിയുടെ അകത്ത് അന്നേരം ഈ ഇതുപോലെ ഒരു ശക്തമായ പാർട്ടി ആയിട്ടില്ലല്ലോ. പാർട്ടിയാണ്, ഒരുപാട് ആളുകളുണ്ട് നമുക്ക്, പക്ഷെ എന്നാലും സാമ്പത്തികമായിട്ട് നമുക്ക് സഹായിക്കാനൊന്നും പറ്റില്ല. അച്ഛൻ വരുന്നത് രാത്രി 2 മണിക്ക് ഇവിടെ ഒരു ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നിട്ട് വരുന്നതാണ് റോഡിൽ കൂടെ, ജില്ലാ സെക്രട്ടറി. അതുപോലെ രാവിലെ ഇവിടുന്ന് അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് ബസ് കയറിയിട്ട് നേരെ കണ്ണൂരേക്ക് പോകുന്നതാണ്. അതാണ് എല്ലാ ദിവസവും ഇവിടുന്ന് കണ്ണൂർ കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് അവിടെ ബസ്സിൽ പോകും. അപ്പോൾ അതൊന്നും മാത്രം ആ ജില്ലാ സെക്രട്ടറിയുടെ ജില്ല എന്ന് പറയുന്നത് വയനാട്, കാസർഗോഡ്, കണ്ണൂർ, ഇത്രയും കൂടെ കൂടി 3 ജില്ല. ഇത്രയും വിപുലമായ ഏരിയ, ഇപ്പോഴത്തെ 3 ജില്ലയുടെ അത്രയും വിപുലമായ ഏരിയയാണ് ഈ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ പരിശോധനയിലോ അല്ലെങ്കിൽ വീക്ഷണത്തിലോ വരേണ്ടത്. അത്രയും വിപുലമായ പ്രദേശത്തിൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ ഈ അച്ഛൻ്റെ ഈ ആലപ്പുഴ കാലഘട്ടം നിങ്ങളുടെ ഓർമ്മയിലില്ല, നിങ്ങളുടെ കാലമില്ല. കേട്ടറിവ് എന്തായിരുന്നു ആലപ്പുഴയിൽ? അല്ല, ആലപ്പുഴയിൽ അച്ഛൻ അവിടുത്തെ സെക്രട്ടറി ആയിട്ട് പോകുന്നു, പോയി അമ്മയായിട്ട് കാണുന്നു, അമ്മയെ കല്യാണം പോരുന്നു. അവിടെ എത്ര വർഷം ഉണ്ടായിരുന്നു ആലപ്പുഴയിൽ? ആലപ്പുഴയിൽ ആകപ്പാട് അച്ഛൻ 3 വർഷം. 3 വർഷം. VS ആയിട്ടുള്ള ബന്ധം എവിടെ നിന്ന് അച്ഛനോട്? VS ആ സമയത്ത് തന്നെ അച്ഛനുമായിട്ട് നല്ല അടുപ്പത്തിലാണ്. കാരണം എന്ന് പറഞ്ഞാൽ അതിന് വളരെ ചെറുപ്പക്കാരനാണ്, പാർട്ടിയുടെ മുന്നണിയിലുള്ള ആളാണ്, നല്ല ഫയർ ബ്രാൻഡാണ്, എല്ലാ ഈ തൊഴിലാളികളുടെയൊക്കെ മുമ്പിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. പാർട്ടിക്ക് ഒരു പ്രതീക്ഷയാണ് അദ്ദേഹം എന്നുള്ളത് കാണുന്നത് തന്നെ P. കൃഷ്ണപിള്ളയാണ്. തുടർന്നങ്ങോട്ട് VS എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ ജീവിതം തുടങ്ങുന്ന ഒരു ടൈലറായിട്ടാണെന്ന് പറഞ്ഞല്ലോ. അത് അമ്മ താമസിക്കുന്ന കന്യട്ടപ്പാടത്തിൻ്റെ പിന്നെ കിഴക്ക് ഭാഗത്തും VS താമസിക്കുന്ന കന്യട്ടപ്പാടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും. അപ്പോൾ അത്രയും ആണ് ഒന്നിച്ച് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അമ്മയും VS. അമ്മ എന്താ VS-നെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കഥകൾ? VS-നെ കുറിച്ച് ഒരുമിച്ച് പഠിച്ചവരാണ്. അതെ. അപ്പോൾ അന്നൊക്കെ അമ്മ എന്താണ് VS-നെ കുറിച്ച് നിങ്ങളോട് പങ്കുവച്ചിട്ടുള്ള കാര്യം? ഇത് തന്നെയാണ്. ഒന്ന്, അമ്മ എന്ന് പറയുന്നത് തന്നെ ഞാൻ പറയാം അരിവാളുമായി ചാടിയതാണ്. എങ്ങോട്ട്? ഈ ജന്മിമാർ ആരോ വന്നിട്ട് തടഞ്ഞപ്പോൾ അമ്മയുടെ ചരിത്രം തുടങ്ങുന്നത് തന്നെ അതാണ്. അമ്മയുടെ ഒരു പുസ്തകമുണ്ട്, ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ എന്ന് പറഞ്ഞിട്ട്. അതിൽ കാണാതെ ജന്മിമാർ വന്ന് അവിടുത്തെ പിന്നെ അവിടെ സാധാരണക്കാരെ തടയുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്തപ്പോൾ അരിവാളുമായി ചാടിയതാണ് അമ്മ. അതാണ് അവർക്ക് നേരെ. അപ്പോൾ അത്രയും ശൗര്യമുള്ള ഒരാളാണ് അമ്മ. അമ്മക്ക് അതേപോലെ ഏറ്റവും വലിയ ബഹുമാനമുള്ള ആളാണ് VS. കാരണം VS-ഉം അതുപോലെ കൂടി തന്നെ വരുന്ന ആളാണ്. അപ്പോൾ അത് വളരെ അത്യാവശ്യമാണ്. കാരണം അവിടുന്ന് അന്ന് നടന്ന സമരങ്ങളുടെ ഒരു പ്രത്യേകത തന്നെ അറിയാലോ. സ്വന്തം ജീവൻ പുല്ലുവില ആള് മരിച്ചു കിടക്കുമ്പോഴും അതിന് മുമ്പ് കൂടെ നേരെ മുന്നോട്ട് പോകുന്ന ജനങ്ങളാണ്. തിരിച്ചു പോകുന്ന പ്രശ്നമില്ല, തിരിച്ചോടൂല. ഇല്ലില്ല. ആ ഒരു മനോഭാവം ആ സമയത്ത് VS-നുണ്ട്, അതിനോട് അമ്മക്കുണ്ട്. അതുകൊണ്ട് അത് പ്രകീർത്തിച്ചുകൊണ്ട് എപ്പോഴും അമ്മ സംസാരിക്കും. എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങൾ പറയില്ലേ, VS ചെറുപ്പത്തിൽ ഇങ്ങനെയായിരുന്നു, VS അനുഭവിച്ചു വന്ന വഴികൾ ഇതായിരുന്നു. അതെ, അതിലാകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകളാണ്. ഈ ബുദ്ധിമുട്ടുകൾ അധികം അവർ പറയാറില്ല. പക്ഷേ VS എന്ന് പറയുന്നത് ശരിക്കും പഠനകാലത്ത് പഠനം പൂർത്തിയാക്കാനാവാതെ തൊഴിലിന് പോണ്ടി വന്ന് വീട്ടിലെ അവിടെ സംരക്ഷിക്കേണ്ടി വന്നു. സ്വന്തം അമ്മ മരിച്ചത് ഇതിനകം തന്നെ പത്രങ്ങളിൽ വന്നിട്ടുള്ളതാണ്. ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛൻ മരിച്ചു. അങ്ങനെ അനാഥമാക്കപ്പെട്ടൊരു ജീവിതമാണ് VS-ൻ്റെ. പക്ഷെ ആ അനാഥാവസ്ഥയിലും ജനങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തും അവരുടെ സമരഭൂമിയിൽ മുന്നണിയിൽ നിന്നിട്ടും പോരാടിയ ഒരാളാണ് VS. ആ ബഹുമാനത്തോടു കൂടി മാത്രമേ അമ്മ എപ്പോഴും VS-നെ സംബന്ധിച്ചുള്ളൂ. അച്ഛനും അത് തന്നെ. അച്ഛനും VS ഒരേ കാലഘട്ടത്തിൽ ഒരേ കാലഘട്ടമാണ്. അച്ഛൻ പ്രായം കൂടുതലുള്ള ആളാണ്. അച്ഛൻ സീനിയർ. അപ്പോൾ അച്ഛനോടുള്ള ഒരു രീതി എന്തായിരുന്നു ആ കാലഘട്ടത്തിൽ? വലിയ അടുപ്പവും ബഹുമാനമായിരുന്നു. കാരണം അതെന്ന് പറഞ്ഞാൽ ഒന്ന് ഇവിടുത്തെ കണ്ണൂരിലത്തെ സമരഭൂമിയിൽ എല്ലാ സമരങ്ങളുടെയും നേതൃത്വത്തിലുണ്ടായ ആൾ.
ഇവിടെ ഉണ്ടായിരുന്ന ഇപ്പോൾ കർഷക സംഘമാവട്ടെ, അതുപോലെ യുവാക്കളുടെ സംഘടനയാവട്ടെ, അഭിനവ ഭാരത യുവക് സംഘ് എന്ന് പറയുന്നൊരു നേതൃത്വത്തിലുള്ളതാണ്. ആ അഭിനവ ഭാരത യുവക് സംഘ് എന്ന് പറയുന്ന ആ യുവക് സംഘമാണ് ശരിക്കും പറഞ്ഞാൽ യുവാക്കളുടെ സംഘടനകളുടെ മുന്നണി, അതിന്റെ തുടക്കം കുറിച്ചതാണ്. ഡിവൈഎഫ്ഐയുടെയും KSYF-ന്റെ ആദ്യ രൂപം അതാണ്. അപ്പൊ അതിന്റെ സ്ഥാപകൻ തന്നെ പറയാം. സ്ഥാപനം തന്നെ പറയാം. ഏതൊക്കെ പ്രസ്ഥാനങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്? ശരിക്കും ഡിവൈഎഫ്ഐ അല്ല, ഈ പറഞ്ഞ ഡിവൈഎഫ്ഐയുടെ പഴയ രൂപം. പിന്നെ യുവാക്കളുടെ സംഘം, കർഷക സംഘത്തിന്റെ അവിടെ ഒരു പൈല് മരമുണ്ട്, അതിന്റെ കീഴിൽ ആദ്യത്തെ പിന്നെ യോഗം നടക്കും. അപ്പൊ കർഷക സംഘടനയുടെ തുടക്കം, യുവജന പ്രസ്ഥാനത്തിന്റെ തുടക്കം, പിന്നെ ഈ പാർട്ടിയുടെ ആദ്യകാല നേതാക്കളുടെ. താങ്കളുടെ ഈ പ്രാഥമിക വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ താങ്കൾ ആ വിദ്യാഭ്യാസത്തിന് പോകുന്നതും വരുന്നതുമായിട്ടുള്ള ഓർമ്മ, ഇന്ന് ഹൈടെക് യുഗമാണ്. അപ്പൊ താങ്കൾ ആ കാലത്ത് സ്കൂളിൽ പോകുന്നതും വരുന്നതും ഒക്കെ ആയിട്ട് കാലം എങ്ങനെയാണ്? അതെ, അതെന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ ഒരുമിച്ചാണോ പോവുക, എങ്ങനെയാണ് അതിന്റെ? അതെ, അല്ല, ഓരോരാൾ ഓരോ ക്ലാസ്സിലാണ്. അപ്പോൾ ഞാൻ പഠിക്കുന്നതിനേക്കാളും 2 ക്ലാസ് പുറകിലാണ് എൻ്റെ അനുജത്തി പഠിക്കുന്നത്. അതിൻ്റെ 2 ക്ലാസ് പുറകിലാണ് അതിൻ്റെ അനുജൻ പഠിക്കുന്നത്. അങ്ങനെ 6 ആളും പഠിക്കുകയല്ലേ നേരന്ന്. മൂത്ത ആൾ ഞാനാണ്. ഞങ്ങൾ മാന്യഗുരു UP സ്കൂൾ എന്ന് പറയുന്ന മാന്യഗുരു സ്കൂളിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ചെറിയ 1-ാം ക്ലാസ് മുതൽ അവിടത്തേക്ക് പോകുന്നത് തൊട്ടപ്പുറത്തെ പിന്നെ എത്ര ദൂരമുണ്ട് ഇവിടുന്ന്? ഏകദേശം 2 കിലോമീറ്റർ നടന്നു. എത്ര വയൽ എന്ന് പറയുന്നൊരു വയലുണ്ട്. ആ വയൽ ക്രോസ് ചെയ്ത് നേരെ നടന്നു അവിടെ എത്തി. അവിടെയാണ് വിദ്യാഭ്യാസം. അവിടുത്തെ സ്വാഭാവികമായിട്ടും നമ്മളൊരു തറവാട് പോലെയാണ് ഈ മാന്യഗുരു സ്കൂൾ എന്ന് പറഞ്ഞാൽ. ഇവിടെ എല്ലാം കരിവള്ളൂക്കാരുടെ. അപ്പോൾ അവിടെ പോയി അവിടുത്തെ വിദ്യാഭ്യാസം അങ്ങനെ ഇത് പരിമിതമായ എത്രയേ ഉള്ളൂ. ജീവിത സാഹചര്യങ്ങൾ വളരെ പരിമിതമാണ്. അതിൻ്റെ അകത്ത് നടക്കുന്ന വിദ്യാഭ്യാസം. അല്ല, വിദ്യാഭ്യാസം, ഭക്ഷണം, വസ്ത്രം, ഇതൊക്കെ എങ്ങനെയായിരുന്നു? അതെ, ഭക്ഷണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്കൂളിലൊന്നും ഭക്ഷണമില്ല. ആകെ ഉണ്ടായിരുന്ന പിൽക്കാലത്ത് ഒരു ഉപ്മാവ് വന്നിട്ടുണ്ട്. ഒരു ഉപ്മാവ്. ആ ഉപ്മാവെല്ലാം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കിട്ടാത്തൊക്കെ അത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സാധനം. അപ്പോൾ അത് കിട്ടും. അതിന് പുറമെ ഇവിടെ വന്നാൽ ചോറ് എന്ന് പറയുന്ന സാധനം ഒരളവ്, അതായത് ഒരു തവണ തന്നാൽ പിന്നെ രണ്ടാമത് ഞങ്ങൾ ആരോടും ചോദിക്കില്ല. ഇപ്പോഴും ചോദിക്കും. കാരണം ചോറ് തന്നാൽ അത് കഴിക്കുക. ഒരു വറ്റ് പോലും ബാക്കിയും വെക്കൂല, വേസ്റ്റ് ആക്കി അതങ്ങനെ കഴിക്കും. രണ്ടാമത് വിശപ്പുണ്ടെങ്കിൽ ചോദിക്കൂല. കാരണം അങ്ങനെ ചോദിച്ചാൽ അമ്മയ്ക്ക് തരാനുണ്ടാവില്ല. അത് മനസ്സിലാക്കിയിട്ട് അത് ചെറുപ്പത്തിലെ. ഈ വസ്ത്രം, പുസ്തകം, ഇതൊക്കെ എങ്ങനെയായിരുന്നു? വസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു വസ്ത്രം നന്നായിരിക്കും, മറ്റേത് കുറച്ച് കയറിയതായിരിക്കും, മറ്റേത് നല്ലോണം കയറിയതായിരിക്കും. അപ്പോൾ ഈ ഒരാഴ്ചയിൽ ഇടുന്ന വസ്ത്രം എന്ന് പറഞ്ഞാൽ 2 എണ്ണം. ആ 2 എണ്ണം ആദ്യത്തെ 2 എണ്ണം ഇടും. അപ്പോൾ ഏത് ഒരു 2 കൊല്ലം കൂടുമ്പോൾ ഒരു വസ്ത്രം വാങ്ങിക്കും. എല്ലാം 2 കൊല്ലം കൂടുമ്പോഴാണ് ഒരു വസ്ത്രം. ആ ഒരു വസ്ത്രം വാങ്ങിക്കുന്നതാണ് പുതിയത്. പിന്നെ അതിന്റെ മുമ്പുള്ളതാണ് ഇതിന്റെ കുറച്ച് കീറിയിട്ടൊക്കെ ഉള്ളത്. മറ്റേത് നമ്മൾ അനുജൻ പറയുന്ന പോലെ ബാക്കിലുള്ള ഇന്റർനെറ്റിലായിട്ടുള്ള വസ്ത്രങ്ങളായിരിക്കും. അത് ഇട്ടിട്ടാണ് സഹോദരങ്ങൾക്ക് തമ്മിലുള്ള കെമിസ്ട്രി എങ്ങനെയായിരുന്നു അന്നേരം? സഹോദരങ്ങൾ ഇതാണ് ഏറ്റവും പ്രധാനം. എന്താ പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഭയങ്കര ദാരിദ്ര്യം ഉണ്ടെങ്കിൽ അവരെല്ലാം തമ്മിൽ ഭയങ്കര സൗഹൃദമായിരിക്കും. പണം വന്നാൽ കുഴപ്പം, അന്നേരം അടിപിടിക്കുള്ള ചാൻസ്. മറ്റിത് ഞങ്ങൾക്ക് വേറൊന്നും പങ്കിടാനില്ല. വിശപ്പ്, സങ്കടം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പങ്കിടുക എന്നുള്ളതാണ്. ഇപ്പം അത് എൻ്റെ ജീവിതത്തിലാകെ ഉടനീളം അത് തന്നെയാണ് പ്രധാനമായിട്ട് കാണുന്നത്. ഇവിടെ നിന്ന് നമ്മളിപ്പോൾ LLBക്ക് വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്തേക്ക് പോയല്ലോ. ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന സമയത്ത് അച്ഛൻ്റെ ഒരു വാക്കുണ്ട് എന്ന് പറഞ്ഞാൽ, ഒന്ന് MLA ആണ് ഞാൻ. അപ്പോൾ MLAക്ക് അവിടെ ഒരു മുറിയുണ്ട്. ആ മുറിയിൽ താമസിക്കാം, പണം ചിലവില്ല. 2, ഒരു മാസത്തേക്ക് 100 രൂപ തരും. ഈ 100 രൂപയിൽ എല്ലാ ദിവസവും MLA ക്വാർട്ടേഴ്സിൽ അവിടെ തന്നെ ഒരു ക്യാൻറ്റീനുണ്ട്. ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ ആ പൈസ തീർന്നു. കാരണം ക്യാൻറ്റീനിലത്തെ ഉച്ചഭക്ഷണത്തിൻ്റെ ചിലവ് 2.25 രൂപയാണ്. തൊട്ട് മുമ്പിൽ ലൈല ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്. അവിടുത്തെ ഉച്ചഭക്ഷണത്തിൻ്റെ ചിലവ് 1 രൂപ 10 പൈസ. അപ്പോൾ 1 രൂപ 10 പൈസയുടെ 2 നേരം ചോറ് തന്നെ കഴിക്കാം. അപ്പോൾ ചോറാകുമ്പോഴത്തേക്ക് കുറച്ച് വന്നല്ലോ. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് 80 പൈസ. അപ്പോൾ 1.20, 1.20, 2.80. ചിലവ്. ഓക്കെ വക്കീലെ, നമ്മുടെ ഈ അവിടെ പോയി ചെറിയ ചായപ്പീടിയല്ലേ, എന്താ മുതലാളിയുടെ പേര്? ശങ്കുണ്ണി മുതലാളിയാണ്. മുതലാളി എന്നാണ് ആള് പറയുക.
ചെറിയ ചായപ്പൊടിയാണ്. അതെ, അതുകൊണ്ടാണ് അങ്ങനെ മുതലാളി എന്ന് വിളിച്ചിരുന്നത്. അത് അവിടെയുള്ള കർഷകരാണ്, ഈ കർഷക തൊഴിലാളികളാണ്. മിക്കവാറും SC വിഭാഗത്തിലൊക്കെ, ST വിഭാഗത്തിലൊക്കെ പെട്ട, SC വിഭാഗത്തിലൊക്കെ പെട്ട സാധാരണ കർഷക തൊഴിലാളികളാണ്. ഞാനാണ് കൊടി വെക്കുക. കൊടി വെക്കുമ്പോൾ എല്ലാവരും ഇറങ്ങുക. ഞാനവിടെ ഉള്ളപ്പോൾ ഞാനാണ് കൊടി വെക്കുക. കൊടി എവിടെ പൊക്കും? ഇങ്ങനെ വരമ്പത്ത് നിന്ന് പൊക്കും. അപ്പോൾ 8 മണിക്ക് എല്ലാവരും ഇറങ്ങും. എന്നിട്ട് 12 മണിക്ക് കയറണം. അപ്പോൾ 12 മണിക്ക് കയറാനാകുമ്പോൾ പോയി കൊടി വെക്കും. അപ്പോൾ 12 മണിക്ക് എല്ലാവരും കയറും. അങ്ങനെ ഒരു കൊടി പൊക്കലും അത്രേ ഉള്ളൂ, സിഗ്നൽ. നിങ്ങൾ കൊടി പൊക്കണം, നിങ്ങൾക്ക് ആ ഡ്യൂട്ടി വന്നു വിട്ടെ. അല്ല, അത് ഓരോരാൾക്ക്. എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേകത ഉണ്ടായിട്ട് ചെയ്യുന്നതല്ല. അത് ചായക്കടയിൽ നിൽക്കുന്ന ഞാനവിടെ ഉള്ള അവൈലബിൾ ആയിരിക്കുന്ന സമയത്ത് 8 മണിക്ക് ഞാൻ ഉണ്ടാവുമല്ലോ, ഞാൻ കൊടി വെക്കും. 12 മണിക്ക് ഞാൻ ഇല്ലാത്ത ദിവസം, കോളേജിൽ പോയ ദിവസമാണെങ്കിൽ വേറൊരാൾ, അതായത് കടയിൽ നിൽക്കുന്ന 8 മണി 8 കഴിഞ്ഞ് 12 മണിക്ക് 4 മണിക്കൂറായല്ലോ. 4 മണി പിന്നെ വർക്ക് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടെങ്കിൽ പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് 2 മണിക്ക് വീണ്ടും കൊടി വെക്കും. കൊടി വെക്ക് ആളെല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 2 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ ഈ 2 മണി മുതൽ 4 മണി വരെ, 4 മണിക്ക് വീണ്ടും കൊടി വെക്കും. അന്നേരം ആളിറങ്ങും. എത്ര തൊഴിലാളികൾ ഉണ്ടാവും? കുറേ ഉണ്ടാവില്ല, 1000. ഞങ്ങളെ നേരെ മുമ്പിൽ, അപ്പം ഞാൻ താമസിച്ചതൊരു ചായക്കടയിലാണെന്ന് പറഞ്ഞില്ല, എൻ്റെ വീട് പിന്നെ പറവൂരാണ്. ആ ചായക്കടയിൽ താമസിക്കില്ലേ, അപ്പോൾ അതിൻ്റെ നേരെ മുമ്പിലുള്ള പാടം എന്ന് പറഞ്ഞാൽ കുറുവപ്പാടം എന്നതിന് പറയാം. ആ കുറുവപ്പാടത്ത് 1000 പറ വിത്താണ് ഇതൊക്കെ. അപ്പോൾ എത്ര പേരുണ്ടാവും പണിക്കാർ? ഒരുപാടുണ്ടാവും. ഇങ്ങനെ കണ്ണത്തെ കാണില്ലല്ലോ. 1000 പറ വിത്ത് വെക്കണ്ടേ. എൻ്റെ തൊട്ട് പറയിൽ 500 പാടാണ്, 500 പറ വിത്താണ് വരെ. പൊന്നെ. അപ്പോൾ അത്രയും വലിയ വിശാലമായ പാടാണ് അത്. ശരിക്കും പറഞ്ഞാൽ ഈ കടലിൻ്റെ ഭാഗം തന്നെയായിരുന്നു. അപ്പോൾ അതിൽ ഈ വരമ്പുകൾ ഇങ്ങനെ ഉയർത്തി അവിടെ തെങ്ങ് നട്ട് ആ വരമ്പുകൾക്കിടയിലുള്ള ഹട്ട്സാണ് ഈ മനുഷ്യന്മാർ താമസിക്കുന്ന സ്ഥലം. ബാക്കിയുള്ള പാടാണ്. അത് കഴിഞ്ഞ പിന്നെ കായലിൻ്റെയും പാടങ്ങളുടെയൊക്കെ ഇടയിലുള്ള വരമ്പുകളുടെ മുകളിലാണ് ആളുകൾ, മനുഷ്യർ താമസിച്ചിരുന്നത് അന്നത്തെ കാലത്ത്. മഴക്കാലം വന്ന എന്താ ഈ സ്ഥിതി? മഴക്കാലം അവിടെ തന്നെ താമസിക്കുക, വേറെ മാറ്റമൊന്നുമില്ല. ഉദാഹരണമായിട്ട് തലേദിവസം രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത്, ഞാൻ തന്നെ കിടന്നുറങ്ങുന്ന സമയത്ത് സാധാരണ പോലെ കിടന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോഴത്ത് കട്ടിലിൻ്റെ തൊട്ട് താഴെ ഒരു നീർക്കോലിങ്ങനെ നാവ് നോക്കും. വെള്ളം കയറി അവിടെ വരും. അത് പിന്നെ അപ്പോഴത്തേക്ക് അമ്മായി എണീറ്റ്, അമ്മായി എന്ന് പറഞ്ഞാൽ അമ്മാവിൻ്റെ ഭാര്യ എണീറ്റ് ഈ പലകയെല്ലാം അടുക്കി തട്ടുപോലൊക്കെ ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ നേരെ പോയി രാവിലത്തെ ചായയും കുടിച്ച് കോളേജിലേക്ക് പോകും. കോളേജ് ലൈഫാണ് അത്. ഞാൻ പൊതുവെ അധികം പറയാത്തൊരു സംഗതി അതെന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഇത്രയൊക്കെ ബുദ്ധിമുട്ടിയാണ് അവിടെ പഠിച്ചതെങ്കിലും കോളേജിൽ ഞാൻ എത്തുന്ന കാലത്ത് KSFും പിന്നെ SFIയും തമ്മിൽ ഭിന്നിക്കുന്നൊരു കാലമാണ്. ആ കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ട് KSFിൻ്റെ ലീഡർഷിപ്പിൽ തന്നെയാണുള്ളത്. അവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് സനാതന ധർമ്മ കോളേജാണ്, SD കോളേജ്. അപ്പോൾ അവിടെ ഈ വീരയ്യ റെഡ്ഡിയാർ, അങ്ങനെ വലിയ അവിടുത്തെ പ്രധാനപ്പെട്ട റെഡ്ഡിയാന്മാരുടെയൊക്കെ മക്കൾ പഠിക്കുന്ന സ്ഥലമാണ്. അവരുടെ ഒരു ലീഡർഷിപ്പിൽ അവിടെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമുണ്ട്, ISU, ഇൻഡിപെൻഡൻറ്റ് സ്റ്റുഡൻസ് യൂണിയൻ. അത് വിപുലമായ ഒരു സംഘടനയാണ്. ഒരുപാട് ആളുകൾ അതിൻ്റെ പിന്നിലുണ്ട്, അതിൻ്റെ പുറകെ തന്നെ ആളുകളല്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് KSU ആണ്. അത് കഴിഞ്ഞിട്ട് SFI എന്ന് പറഞ്ഞാൽ KSF എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സംഘടന, ഒരു ശ്രീശൻ, അങ്ങനെയുള്ള കുറച്ച് ആളേ ഉള്ളൂ. ഞാനവിടെ എത്തിയപ്പോഴത്തേക്ക് എന്താ പറഞ്ഞാൽ ഈ സംഘടന ISU ഭയങ്കര സ്ട്രോങ്ങാണ്. അപ്പോൾ പ്രീ ഡിഗ്രിയിൽ ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് സുഹൃത്തുക്കളില്ല, കാരണം ഞാൻ ഇവിടുന്നേ പോയതല്ലേ, സുഹൃത്തുക്കളാരുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ചെറിയ ഭാഷയും പ്രശ്നമല്ല. അതെ, അത് അതെന്താണെന്ന് പറഞ്ഞാൽ അമ്മ ആലപ്പുഴക്കാരത്തി ആയതുകൊണ്ട് കുറച്ച് കിട്ടി. ചെറുപ്പത്തിലേ ഇവിടുന്ന് ഭാഷ, ഞങ്ങൾ ഈ കരിവള്ളൂരത്തെ ഭാഷയിൽ ചെറിയ വ്യത്യാസമുണ്ടോ, അതിൽ നിന്ന് കുറച്ചും കൂടി ഒരു റിഫൈൻഡ് ആയിട്ടുള്ള ഭാഷ അമ്മയിൽ നിന്ന് കിട്ടി. അവിടെ അച്ചടി അത് വേറെ തന്നെ ഒരു സ്ലാങ്. അതിൽ നിന്ന് വളരെ പുറകോട്ട് ചെറിയ ഇതിൽ നമ്മൾ പിടിച്ചേക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ ചെറിയ സംഗതികൾക്കെല്ലാം ഉണ്ടാവും. അതിൽ കലവൂർ വിജയകുമാർ എന്ന് പറഞ്ഞിട്ട് ഒരാളുമായി ആദ്യം തന്നെ ഒരു വർത്തമാനം ഉണ്ടായി, തമ്മിൽ ചെറിയ പെശകുണ്ടായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് പ്രീ ഡിഗ്രി ആയത്ര ഞാൻ ആക്രമിക്കപ്പെടുന്ന കണ്ടോടനെ തന്നെ ഞാനത് തടഞ്ഞ്. അന്നേരം ഈ ബിൽഡിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കോളേജിൻ്റെ താഴെ ഒരു ഇരുമ്പ് പൊടി കിടക്കുകയാണ്. അടുത്തൊരു അടിയെന്ന് വെച്ചു കൊടുത്തു. അവനടിച്ചു. അവന് തലക്ക് പരിക്ക് പറ്റി, അവൻ ആശുപത്രിയിൽ. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു, കലവൂർ വിജയകുമാർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളാണ്, നീ തല്ലിയത് ശരിയായില്ല, ഇപ്പോൾ വലിയ പ്രശ്നമായി തോന്നുന്നു. ഞാൻ പോയി മാപ്പ് പറഞ്ഞാലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വന്നാൽ അവർ പറഞ്ഞു അവന് മാപ്പ് പറയാമല്ലോ. അന്ന് വൈകുന്നേരം നേരെ ആശുപത്രിയിൽ പോയി കലവൂർ വിജയകുമാറിനെ കണ്ടു മാപ്പ് പറയാൻ വേണ്ടി.
പക്ഷെ ആൾ നോക്കിയത് അതല്ല. തല്ലി ആശുപത്രിയിലിട്ടിട്ട് ആശുപത്രിയിലേക്ക് വന്നു നേരിട്ട് കാണാൻ. അപ്പോൾ ഈ മലബാറിൽ നിന്നൊരു ഗുണ്ട ഇറങ്ങിയിട്ടുണ്ട്. നോക്കാൻ വന്ന്. അപ്പോൾ മലബാറിലെ ഗുണ്ട ജനിക്കുന്ന അന്ന് ജനിച്ചു. മലബാറിലെ ഗുണ്ടയാണ് SD കോളേജ് വന്നത്. അല്ല, അങ്ങനെയാണ് ധരിച്ചത്. അപ്പൊ ആ പേര് ബ്രാൻഡായി. പിന്നെ അങ്ങോട്ട് കോളേജിൽ വരുന്ന മിക്കവാറും സംഘർഷങ്ങളിൽ ഞാനൊരു ലക്ഷ്യമായി, എന്നെ കിട്ടിയാൽ തല്ലാന്നുള്ളത്. തല്ലുകൊള്ളുന്ന പേടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് തിരിച്ചു തല്ലാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ 33 ക്രിമിനൽ കുറ്റങ്ങൾ പ്രതിയായി. 33 ക്രിമിനൽ കേസുകളിൽ പ്രതിയായി. എത്ര വർഷത്തെ കോളേജ് ജീവിതമാണ്? 5 വർഷം. അല്ല, ഡിഗ്രി 5 വർഷം ഇല്ലല്ലോ. ഡിഗ്രി 3 വർഷം, പ്രീ ഡിഗ്രി 2 വർഷം. അങ്ങനെ 5 വർഷം. 5 വർഷം കൊണ്ട് 32 കേസ്. 33 3 ഉണ്ടായിരുന്നു. വധശ്രമമുണ്ടോ? 3 ലാസ്റ്റ് അല്ലേ വരുന്നത്. അതിന് മുമ്പുണ്ടായിരുന്ന 14 സ്റ്റാബ് കേസാണ്. കുത്ത്. ഞാനിവിടെ ഉള്ള സമയത്ത് അവിടെ കുത്ത് ബാബു എന്ന് പറയുന്ന 6 കുത്ത് ഞാൻ ഉണ്ടാൻ പറ്റും. അങ്ങനെയല്ല മനുഷ്യന്റെ ഒരു. ആ സമയത്തൊക്കെ VS-നെ അറിയോ? VS-നെ കാണുന്നുണ്ടോ? VS-നെ ആ സമയത്തൊക്കെ അറിയാം. VS ഗൗരിയമ്മ, അവരൊക്കെ തമ്മിലുള്ള ബന്ധം എങ്ങനെയുണ്ടായിരുന്നു? അല്ലേ, നല്ല. ഇവരൊക്കെ ആയിട്ട് ഡെയിലി കാണുമോ? അതായത് KR ഗൗരിയമ്മയിലോ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഒക്കെ വളരെ അടുത്ത ആളാണ്. അമ്മ മഹിളാ ഫെഡറേഷന്റെ വൈസ് പ്രസിഡന്റ് കേരള. ഗൗരിയമ്മ അതുപോലെ സുശീല എന്ന് പറഞ്ഞാൽ അമ്മയുടെ കൂടെ വന്നതാണ്. അമ്മയൊക്കെ പ്രായം. സുശീല ഗോപാലൻ ഇവർ ഒന്നിച്ച് നടക്കുന്നത്. KR ഗൗരിയമ്മ, സുശീല ഗോപാലൻ, നിങ്ങളുടെ അമ്മ, 3 പേര്. അവര് 3 പേര്. പി കൃഷ്ണമണിയുടെ അന്നത്തെ ഭാര്യ. അവര് ഒന്നിച്ച് നടക്കുന്ന കക്ഷികളാണ്. അപ്പോൾ അവര് തമ്മിൽ ഭയങ്കര സൗഹൃദമാണ്. ഇപ്പം എന്നെ അതിൻ്റെ ഇടയിൽ ഒരു ദിവസം നക്സലേറ്റ് ആയിട്ട് പിടിച്ചു. ആ പിടിച്ച സമയത്ത് എന്നെ കൊണ്ടുപോയി തല്ലി എന്ന് പറഞ്ഞ് ഈ ഗൗരിയമ്മയാണ് അവിടുത്തെ പിന്നെ CI-നെ പോയായിരുന്നു. ഏത്? ഇല്ല, അങ്ങനെ പോയിട്ടില്ല. ഒരു ക്ലാസ്സിൽ പോയിട്ട് പങ്കെടുത്ത് അതിന് പിടിച്ചു. അപ്പോൾ ആ സമയത്ത് ഗൗരിയമ്മയാണ് അവിടുത്തെ CI-നെ വിളിച്ചിട്ട് ചോദിക്കുന്നത്, എൻ്റെ പയ്യനവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞില്ല. എന്നാട് എന്നോട് പറഞ്ഞു പോയിക്കോന്ന് അങ്ങ് വിട്ടു. രാത്രിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പിറ്റേന്ന് തന്നെ വിളിപ്പിച്ചു. അതുപോലെ ഈ കൊലക്കേസ് ഉണ്ടായല്ലോ, പിന്നെ VS-ന്റെ അതിനുശേഷം തന്നെ പിറ്റേന്ന്. അല്ല, അതായത് VS-ന്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ അതായത് പുഞ്ച സ്പെഷ്യൽ ഓഫീസിന്റെ ഒരു പിക്കറ്റിംഗ് നടക്കും. പുഞ്ച സ്പെഷ്യൽ ഓഫീസ് ഈ പുഞ്ച സ്പെഷ്യൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ പുഞ്ച കൃഷി ഉണ്ടല്ലോ, ആ കൃഷി കഴിയുന്നതോട് കൂടിയിട്ട് കർഷകരുടെ കയ്യിൽ നിന്ന് ഒരു പണം സർക്കാർ വാങ്ങിക്കും. അപ്പോൾ അത് വാങ്ങിക്കുന്നത് കൂടുതലാണെന്നും അത് കുറവ് ആക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ജോൺ ജേക്കബ്, കർഷക സംഘത്തിൻ്റെ കേരള കോൺഗ്രസിൻ്റെ നേതാവാണ് ജോൺ ജേക്കബ്. അദ്ദേഹം തിരുവല്ലയിലത്തെ MLA ആണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കർഷക സംഘമാണ്. ആ കർഷക സംഘം ആലപ്പുഴയിലുള്ള പുഞ്ച സ്പെഷ്യൽ ഓഫീസ് എന്ന് പറയുന്ന ആ ഓഫീസ് പിക്കറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലായി ഈ പുഞ്ച സ്പെഷ്യൽ ഓഫീസ് കേൾക്കുന്ന പ്രേക്ഷകർക്ക് പിടിയുണ്ടോ. അപ്പോൾ ആ സ്പെഷ്യൽ ഓഫീസിൻ്റെ മുമ്പിൽ പിക്കറ്റിങ്ങിന് വന്നത് 5000 പേരാണ്. ഒരു പച്ച ബാഡ്ജെല്ലാം കുത്തി 5000 പേര്. ഇത്രയും പേര് ഇവിടെ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ നടുവിൽ ഈ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഈ VS പിന്നെ അങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത്. ശരിക്കും അത് സ്പെഷ്യൽ ഓഫീസറാണ് വിളിക്കുന്നത്. VS സാധാരണ പോലെ നേരെ ജുബയിലോട്ട് നേരെ അങ്ങ് പോയി. അവിടെ എത്തി അവിടെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് വളരെ അപമര്യാദയായിട്ടാണ് അവിടെ കൂടി നിന്നവർ പെരുമാറിയത്. എങ്ങനെ പറഞ്ഞാൽ സൈഡിൽ അത് ആ ഒരു അന്നേരത്തെ ഈ ആൾക്കൂട്ടത്തിന് അങ്ങനെ ഒരു സൈക്കോളജി ഉണ്ട്. കുറേ ആളുകൾ കൂടിക്കഴിഞ്ഞാൽ ഞങ്ങളാണ് ഭയങ്കരന്മാർ, ഞങ്ങൾ കുത്തി എന്നെല്ലാം പറഞ്ഞു. അത് VS അതിൻ്റെ അകത്ത് കയറി ഇത് കേട്ടു നിന്ന ആൾക്കാരുണ്ടല്ലോ, അവർ പാർട്ടിയിൽ അറിയിച്ചു ഇങ്ങനെ VS-നോട് മോശമായിട്ടാണ് പെരുമാറുന്നത്. എന്നാലും ഈ മൊബൈലൊന്നും അധികം ഇല്ലല്ലോ, അധികമല്ല തീരെ ഇല്ലല്ലോ. അപ്പോൾ ആ വിവരം കോളേജിലെത്തി. ആരോ സൈക്കിളിൽ വന്നിട്ട് പറയുകയും കോളേജിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് പിന്നെ വന്നിട്ട് എന്നോട്, കാരണം ഞാൻ അന്നേരം അടുത്ത SD കോളേജിലത്തെ ഇത് പറയേണ്ട ആൾ ഞാനാണെന്നുള്ള മട്ടിൽ എന്നോട് വന്ന് ഇന്ത്യയിലല്ല KSF-ന്റെ ലീഡർഷിപ്പിലാണ്. അപ്പോൾ അവിടെ വന്ന് പറഞ്ഞു. ഞാനവിടെ എൻ്റെ കുട്ടികളെ എല്ലാവരും വിളിച്ചു അവിടെ പഠിക്കുന്നത്. അത് സോമൻ എന്ന് പറഞ്ഞിട്ട് VC സോമൻ, പിന്നീട് പിന്നെ SP ഒക്കെ ആയിട്ട് റിട്ടയർ ചെയ്തതാണ് VC സോമൻ. അദ്ദേഹത്തിൻ്റെ ഫാദർ ശരിക്കും പറഞ്ഞ ഒരു പിന്നെ CPI-യുടെ ആളാണ്. പക്ഷേ ഇദ്ദേഹം ഇടതുപക്ഷത്തിന് മുന്നണിയിൽ നിന്നാണ്. ഇപ്പോഴും ഞങ്ങൾ നല്ല ബന്ധമാണ്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹമാണ് ഇപ്പോൾ യൂത്ത് പ്രസിഡൻറ്റ്. മാവോ ഗോപാലകൃഷ്ണൻ എന്ന് വിളിക്കുന്നൊരു ഗോപാലകൃഷ്ണനുണ്ട്, അദ്ദേഹം ഈ ജില്ലാ കമ്മിറ്റിയിലുള്ളതാണ്. അവരെല്ലാം വിളിച്ച് ഞാൻ പറഞ്ഞു നമുക്ക് ഉടനടി ഇങ്ങനെ പോകണം,
VSനെ അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ സ്റ്റുഡൻസിൽ ചെറിയ വിഭാഗം എതിരുണ്ടായിരുന്നു, അങ്ങനെ വേണ്ട, അതെല്ലാം പാർട്ടി നോക്കിക്കോളും എന്നുള്ള മട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാവില്ല, എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോകുമ്പോൾ ഒരു 10-20 ആൾ ഒന്നിച്ചു പോയി. അവിടെ എത്തുമ്പോൾ ടൗണിൽ നമ്മൾ സ്ഥിരം കളിക്കുന്ന കുറച്ച് കക്ഷികളുണ്ട്, അവരെല്ലാവരും കൂടെ ഒരു 10-20 പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ ശരിക്കും 60 പേരായി. എന്നാലും ഞങ്ങൾ നേരെ ജാഥയായിട്ട് ഇന്ത്യ സ്പെഷ്യൽ ഓഫീസിലേക്ക് പോയി. 2 വരിയായിട്ട് ഇങ്ങനെ പോയി, നടുവിൽ ഗ്യാപ്പ് ഇട്ടിട്ട് നേരെ അകത്തോട്ട് കയറി VSനെയും ഇറക്കി ഞങ്ങൾ ഈ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ നേരെ കൊണ്ടുപോകും. ഇത് കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് നമ്മൾ VS ഇങ്ങനെ പത്രക്കാർക്ക് കൊടുക്കാനുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. ബോട്ട് ക്രൂ അസോസിയേഷൻ ബിൽഡിംഗ്, ബോട്ട് ക്രൂ അസോസിയേഷൻ, അത് മുല്ലക്കല, ആലപ്പുഴ മുല്ലക്കൽ. ഈ മുല്ലക്കൽ കൂടി ഇപ്പുറം ചെത്തുതൊഴിലാളികളുടെ ഒരു ഓഫീസുണ്ട്, നല്ല ഓഫീസ്, അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട്. അപ്പോൾ മുല്ലക്കലിലെ ഈ ബോട്ട് ക്രൂ അസോസിയേഷൻ ബിൽഡിംഗ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, ഈ ചെത്തുതൊഴിലാളി ഓഫീസ് കയ്യേറുന്നുണ്ട്, ഈ പിന്നെ ഇതിന് വന്നവർ, സമരത്തിന് വന്നവർ കയ്യേറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് മൂപ്പരങ്ങ് കസേര നിന്നേക്കും VS. അതുവരെ കൊടുത്തോണ്ടിരുന്ന് ആഹ്വാനം നല്ല നിർത്തി വെച്ച് നേരെ അങ്ങോട്ടും കയറി. ഇദ്ദേഹം മുന്നിലങ്ങ് നടക്കില്ലേ. അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ കഴിയില്ല. നോക്കുമ്പോൾ ഞങ്ങൾ ഈ വന്നവരെല്ലാവരും ഇങ്ങനെ പിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയല്ലേ, കാരണം VSനെ ഇറക്കി കൊണ്ടുവന്നല്ല കഴിഞ്ഞു. ഞാൻ തിരിഞ്ഞതെല്ലാം നോക്കുമ്പോഴത്തേക്ക് ശരിക്കും ഒരു 25 ആളുണ്ട്, 25 പേര് കൂടെ നടന്നു. മുല്ലക്കൽ പിന്നെ റോഡിൽ കൂടി ഇങ്ങനെ നടന്ന് വടക്കോട്ട് നടന്ന് നമ്മളെ കോടതിയിലേക്ക് പോകുന്നൊരു പാലമുണ്ട്. ആ പാലം ഈയിടെ അത് നന്നാക്കുന്നുണ്ടെന്നായിട്ട് പത്രത്തിൻ്റെ വാർത്തയുണ്ട്. ഇത് കോടതി പാലം. ആ കോടതി പാലത്തിൻ്റെ അവിടുന്ന് ഇടത്തോട്ട് തിരിയുന്നിടത്താണ് ഈ പറഞ്ഞ ചെത്തുതൊഴിലാളി ഓഫീസ്. അവിടെ എത്തുമ്പോഴത്തേക്ക് ഇവർ സംഘടിച്ച് ശക്തമായിട്ട് ഇങ്ങനെ നിൽക്കുക. അത് നമ്മളങ്ങോട്ട് ചെന്നോടനെ ഞാൻ VSനോട് പറഞ്ഞു, ഇത് സംഘർഷം നടക്കുന്നുണ്ട് പുറകിൽ എന്ന് പറഞ്ഞു. VS ഉടനെ മുണ്ട് മടക്കി കുത്തി അങ്ങ് മുന്നോട്ട് നടന്നു പടിഞ്ഞാറോട്ട്. പെട്ടെന്ന് അവിടെ ഭയങ്കരമായ സംഘർഷം, ആരെല്ലാം തമ്മിൽ എന്ന് പറഞ്ഞാൽ ഈ ഞങ്ങളുടെ ഈ ടീം അതുപോലെ തന്നെ അവിടെ വന്നവർ ഈ സമരക്കാർ തമ്മിലൊരു സംഘർഷം നടന്നു. ആ സംഘർഷത്തിനിടയിലാണ് മുട്ടാറിലെ ഇയോച്ചൻ എന്ന് പറയുന്ന വിദ്വാൻ, ഭയങ്കര ശരീരവും ഭയങ്കര ഇയോച്ചൻ അങ്ങേര് ശരി ഇങ്ങനെ പരസ്യമായി കാണത്തക്ക വിധത്തിൽ കത്തി ഇങ്ങനെ ഓടി വരിക. കാരണം VS ആണ് അയാളുടെ ലക്ഷ്യം. കാരണം എന്താ, VS എന്ന് പറഞ്ഞാൽ മൂപ്പരുടെ നേതൃത്വത്തിലാണല്ലോ ഇതെല്ലാം നടക്കുന്നത്. ഇങ്ങനെ ഓടി ഇങ്ങനെ അടുത്തേക്ക് വരിക. പെട്ടെന്ന് അയാളെ തടഞ്ഞു നിർത്തി കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ സംഘർഷത്തിൽ ഇദ്ദേഹം ഒരു കുത്തുകൊണ്ട് നിലത്ത് വീഴുക. കർത്താവേ ഇയോച്ച കുത്തുന്ന ശരിക്കും സ്പൈനൽ കോഡ് അല്ല, അങ്ങനെ പറയാൻ കഴിയില്ല. സംഘർഷമാണ്. അതിപ്പോൾ ആരാണ് കുത്തുന്നതെന്ന് ഞാൻ പറയുന്നത് ശരിയല്ല. അങ്ങനെ പറഞ്ഞാൽ ഏത് സമയത്ത് FIR ഇടാം, അതാണ്. അപ്പോൾ അദ്ദേഹം പിന്നെ കുത്തുകൊണ്ട് കർത്താവെ എന്ന് വിളിച്ചിട്ട് നിലത്ത് വീണു. നിലത്ത് വീണ സ്ഥലത്ത് നിന്ന് ഇയോച്ചൻ മരണപ്പെട്ടു. അതെ, കൊല്ലപ്പെട്ടു. VS അതിലെന്നെ നേരെ പടിഞ്ഞാറോട്ട് പോയി. അന്ന് മുതൽ അയാൾ അദ്ദേഹം വീട്ടു തടങ്കല്ലായിരുന്നു. VS വീട്ടു തടങ്കല്ലേ. അതിൽ നിന്ന് ഈ ഇതിൽ ഉൾപ്പെട്ട അവിടെ അന്നേരം അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെല്ലാം പോലീസ് പറക്കിയെടുത്ത് കൊണ്ടുപോയി. എന്നെ അറസ്റ്റ് ചെയ്തു, ഭീകരമായി വർദ്ധിച്ചു. അതുപോലെ പിന്നെ വേറെ 2-3 പേരെ, നരേന്ദ്രൻ, പിന്നെ അങ്ങനെ കുറേ പേരെ അറസ്റ്റ് ചെയ്ത് നന്നായിട്ട് മർദ്ദിച്ചു. അത് കഴിഞ്ഞ് ഉണ്ടായ കേസ്, ആ കേസിൽ ആദ്യം പിന്നെ അതിൽ 20 പേര് പ്രതികളുണ്ട്. രണ്ടാം പ്രതിയായിട്ടാണ് ആദ്യം ഉണ്ടായത്. അത് പിന്നെ ചെറിയ മാറ്റങ്ങൾ ഇങ്ങനെ വരുത്തി. കാരണം ഇത് ശിങ്കാരവേലു എന്ന് പറഞ്ഞിട്ട് അക്കാലത്തൊരു IG ഉണ്ട്. മൂപ്പര് ഒക്കെ നോക്കി വീണ്ടും പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരിശോധനയെല്ലാം നടത്തി കഴിഞ്ഞപ്പോൾ പിന്നെ അതിന് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായി. അതെന്തായാലും ആ കേസിൽ ഇല്ല, ആ കേസിൽ വെറുതെ വിട്ടു. ആ കേസിൽ യഥാർത്ഥ പ്രതി വന്നില്ല, കൊണ്ടുവന്നില്ല, പ്രോപ്പറായിട്ട് ചാർജ് ഷീറ്റ് വന്നില്ല എന്നൊക്കെ പറഞ്ഞ കേസ് വിടുക. ആ ഒരു കേസല്ല, തിരുവനന്തപുരം കാലഘട്ടത്തിൽ ഞാൻ അങ്ങനെ അപകടത്തിലൊന്നും കേസിലൊന്നും വിട്ടില്ല. MLA ക്വാർട്ടേഴ്സിൽ താമസിച്ചു. ഈ പറഞ്ഞ 100 രൂപ കൊണ്ട് ജീവിച്ചു. അതെ, ആ സമയത്ത് സഹപാഠികൾ അന്നേരം MV ജയകുമാർ പ്രധാനമായിട്ട്, MV ജയകുമാർ, G സുധാകരൻ, TN ജേക്കബ്, കൊട്ടറ ബാലകൃഷ്ണൻ, പിന്നെ എൻ്റെ കൂടെ തന്നെ ഉള്ളത് ഒന്ന് പിന്നെ OG പ്രേമരാജൻ, മറ്റൊന്ന് BS ബാലാജി.
നാലാമത്തെ സൂപ്പി ഉണ്ട് ആ കൂടെ നാലാമത്തെ സൂപ്പിയുണ്ട്. ഉണ്ട്. അത് അത് പിൽക്കാലത്തുണ്ടായിരുന്ന അവരെല്ലാം പ്രതീക്ഷിച്ചത് ഞാനായിരിക്കും ചിലപ്പം ഈ SFIയുടെ പിന്നീടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ എല്ലാം മുമ്പിൽ ലീഡർഷിപ്പിലേക്ക് വരുന്നത് ഞാനായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. അല്ല, അതിന് കുറേ കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് അന്നേരത്തെ ആ പോക്ക് കണ്ടാൽ ഞാൻ തന്നെ ലീഡർഷിപ്പിൽ മറ്റുള്ള TN ജേക്കബും മറ്റേ ഹസനും ഒക്കെ വന്നതുപോലെ, ഹസൻ ഈ MLA കോട്ടസ് തന്നെ താമസിച്ചത്, അതെല്ലാം പോലെ തന്നെ ആ നിരയിൽ ഞാനും ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചത്. എന്തുകൊണ്ട് നിങ്ങൾ പിന്നോട്ട് പോയി? അത് കഴിഞ്ഞപ്പോൾ കുടുംബം വളരെ പ്രധാനമാണ്. കാരണം ഒരു രാഷ്ട്രീയ നേതാവായ അച്ഛൻ സ്വന്തം ജീവിതം പൂർണ്ണമായും പാർട്ടിക്ക് വേണ്ടി തന്നെ ഉപയോഗപ്പെടുത്തി. അവശേഷിച്ചത് 6 മക്കളാണ്. ഈ 6 മക്കളുടെ മൂത്താൾ ഞാനാണ്. അപ്പോൾ അവരനാഥമായി നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയത് ഒരു ജീവിതം കൊണ്ടൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ലീഡർഷിപ്പ് ഏറ്റെടുക്കാൻ കഴിയില്ല. അദ്ദേഹം ബാക്കി വെച്ചത് ചെയ്തു തീർക്കാൻ അദ്ദേഹത്തിൻ്റെ ആരെങ്കിലും ഒരാൾ വേണം. അത് മകൻ എന്നുള്ള നിലയിൽ ഞാൻ ഏറ്റെടുക്കാന്നുള്ളതല്ലാണ്ട് വേറെ വഴിയില്ല. അങ്ങനെ രാഷ്ട്രീയത്തിൽ നിന്നും മെല്ലെ വിട്ടു. അതെ, ആ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്നും പുറകോട്ട് പോകും. എന്നിട്ട് നേരെ ഇവിടെ വന്ന് ഇവിടെ വന്നിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, എന്തെങ്കിലും ഒരു ചില്ലറ പൈസ കിട്ടുന്നൊരു പണിക്ക് പോയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പറഞ്ഞു, നിന്നെ ഞാനൊരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. അതല്ല, അത് സ്വതന്ത്രമായൊരു ജോലിയാണ്. ഇത് സ്വതന്ത്രമായൊരു ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താ, സ്വതന്ത്രമല്ലാത്ത ഏത് ജോലിയും എന്നെ കൊണ്ട് കിട്ടി എന്നുള്ളത് പേര് ദോഷം. അത് പാടില്ല. അത് മൂപ്പര് വളരെ കറക്റ്റാണല്ലോ. സ്റ്റാൻഡ് കറക്റ്റാണ്. കറക്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ഈ പാരലൽ കോളേജിൽ ഇവിടെ അന്നേരം ഒരു മാഷ്, നാരായണ മാഷ്, അങ്ങനെ പറഞ്ഞിട്ട് പാരലൽ കോളേജിൽ ഒരു അധ്യാപകൻ്റെ ജോലിയാണ് ആദ്യം എടുത്തത്. ഈ സന്നദ്ധ ഇത് റിസൾട്ട് വരുന്നതിന് മുമ്പ് ആ പാരലൽ കോളേജിൽ ഞാൻ വിടില്ലായിരുന്നു. അത് 120 രൂപ കിട്ടും അന്നത്തെ കാലം. ഒരു മാസം. ഈ 120 രൂപ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമില്ലേ. മാത്രമല്ല എല്ലാറ്റിൻ്റെയും ഉറവിടമാണ്. കിട്ടുന്ന സംഗീത ഗവൺമെന്റ് കോളേജുള്ളൂ, ആകെ ബ്രണ്ണൻ കോളേജും പിന്നെ ആകെ എത്ര കാര്യങ്ങളാണ് നെഹ്റു കോളേജ്. അതെ, അതുകൊണ്ടാണ് അത് പിന്നെ അത് ഒരു പ്രൗഢിയാണ് ആ കാലത്ത്. ഇപ്പോഴല്ലേ ഇതൊന്നും വലിയ വില പോയി. അപ്പോൾ അവിടെ അന്നേരം അച്ഛൻ പറഞ്ഞു, ഇത് എല്ലാ കാലത്തും ഈ പാരലൽ കോളേജിൽ തന്നെ ആണെങ്കിൽ എത്ര ബുദ്ധിമുട്ടിയാലും നീ പിന്നെ പ്രാക്ടീസ് ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾ വേണമല്ലോ. MK ദാമോദരൻ. ഞാൻ എപ്പോഴും പറയുന്നത് അത് കാരണം ഇവിടെ ഉണ്ടായിരുന്ന ഈ തറക്കല്ലിടലിൻ്റെ ആ സമയത്തല്ലോ 4 ജഡ്ജസ് പങ്കെടുത്താണ്. ഞാനാണ് അന്നേരം പ്രസിഡൻറ്റ്, ബാർ അസോസിയേഷൻ പ്രസിഡൻറ്റ്. ഞാനന്നേരം ദിസ് ലിറ്റിൽ വിജയകുമാർ ഈസ് ദ ഫ്രീ ഗിഫ്റ്റ് ഓഫ് MK ദാമോദരൻ. അവിടെ ഇരിക്കുന്നുണ്ടെന്ന്. അവിടെയാണ് തുടങ്ങി. ഒരു ചോദ്യം, അത് ചോദിക്കാതെ പോയാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രേക്ഷകരുടെയൊക്കെ മനസ്സിൽ നിങ്ങളെന്നൊരു കഥാപാത്രം വരുമ്പം ഒരു VS അനുകൂല ഒരു ഗ്രൂപ്പ്, VSന് അനുകൂലമായ VS പക്ഷം ഏറ്റവും ശക്തമുള്ള ഒരു പ്രദേശമായിട്ടാണ് ഈ പ്രദേശമൊക്കെ അറിയപ്പെടുന്നത്. താങ്കളും ആ ഒരു ബ്രാൻഡ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ താങ്കളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഓക്കെ റെഡി, യേശുവിൻ്റെ നേതാവാണ്, പക്ഷേ ഒരു VS പക്ഷക്കാരനാണ്. അങ്ങനെ ഒരു പക്ഷമുണ്ടായിരുന്നോ? അതുകൊണ്ട് ബുദ്ധിമുട്ടിപ്പോയി എന്നും കേട്ടിട്ടുണ്ട്. ശരിയാണോ തെറ്റാണോ? VS പക്ഷം എന്ന് പറഞ്ഞൊരു പക്ഷം ഉണ്ടായിട്ടില്ല, ഒന്നേ ഉണ്ടായിട്ടുള്ളൂ. എന്താ, VS ഒരു കറക്റ്റീവ് ഫോഴ്സാണ്. VS അദ്ദേഹത്തിന് തോന്നുന്ന കാര്യങ്ങൾ ഒച്ചത്തിൽ ശക്തമായി പറയും. അത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. അങ്ങനെ പറയുന്നത് ഒരു തെറ്റാണ് എന്ന് അദ്ദേഹത്തിൻ്റെ എതിർപക്ഷം എന്ന് പറയുന്നതിൽ പെട്ട ഒരാൾ പോലും, അങ്ങനെ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരാൾ പോലും അത് പറയാറില്ല. അങ്ങനെ ധരിച്ചു വെച്ചത് കൊണ്ടാണല്ലോ പിണറായി പക്ഷം എന്നൊരു പക്ഷമുണ്ട്. അതെ, അങ്ങനൊരു പക്ഷം ജനങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ജനങ്ങൾക്ക് അങ്ങനെ സ്വന്തമായിട്ട്, ജനങ്ങളല്ല, കേട്ട് കേൾവിക്കാർ മുഴുവൻ ഉണ്ടാക്കുന്നത്. അത് VSനൊരു പക്ഷം ഉണ്ടെങ്കിൽ പിന്നെ ഒരു എതിർപക്ഷം വേണമല്ലോ. ഇത് പിണറായി പക്ഷം അങ്ങനെ ഇല്ല. ഒന്നേ ഉള്ളൂ, ഒരു കാര്യം മാത്രമേ അതിൻ്റെ അകത്തുണ്ടായിട്ടുള്ളൂ. VS ചിലപ്പോൾ പാർട്ടിക്കകത്ത് ശുദ്ധീകരിക്കാൻ വേണ്ടി പറയേണ്ടുന്ന കാര്യങ്ങൾ പാർട്ടിക്ക് പുറത്ത് പറയുന്നുണ്ട് എന്നൊരു ആക്ഷേപം വരാം. അങ്ങനെ ആക്ഷേപം വരാം. അദ്ദേഹം ഈ പാർട്ടിയുടെ കാരണവരാണ്. അദ്ദേഹത്തിന് ഇപ്പം നയനാർ പറയുമ്പോഴും ചിലപ്പോൾ അങ്ങനെ വിട്ട് പറയുന്നുണ്ട്. പക്ഷേ VSൻ്റെ പ്രത്യേകത പാർട്ടിക്കകത്തെ ആദർശപരമായ കാര്യങ്ങളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയും. ഈ നായനാർ വിട്ടു പറയുമ്പോഴും നായനാർ ചേർത്ത് പിടിച്ച് ചരിത്രമേ ഉള്ളൂ. വിട്ടു പറയുമ്പോൾ VSനെ ചേർത്ത് പിടിച്ചിട്ടില്ല. പലപ്പോഴും ഒറ്റപ്പെടുത്താനുള്ള കടുത്ത ശ്രമങ്ങളുണ്ടായി. കടലിലെ വെള്ളവും ക്യാപിറ്റൽ പണിഷ്മെന്റും എല്ലാം ഇതിന്റെ ഭാഗമായിട്ടുണ്ടായ കമന്റുകൾ സാധാരണക്കാരുടെ ഇടയിൽ ഇന്നും അലയടിക്കുന്ന ഒന്നാണത്. അതെ, അതെല്ലാം പിന്നീട് അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ VSൻ്റെ ഒരു പ്രത്യേകത, VS തുറന്നു പറയേണ്ടുന്ന കാര്യങ്ങൾ തുറന്നു പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അത് പാർട്ടിക്കകത്ത് നടത്തേണ്ടുന്ന വിമർശനങ്ങൾ, ആ വിമർശനങ്ങൾ പാർട്ടിയെ ശുദ്ധീകരിക്കാൻ വേണ്ടി നടത്തേണ്ടതാണ്.
അത് ശുദ്ധീകരിക്കുന്ന ആ പ്രക്രിയയൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അത് പാർട്ടിക്കകത്ത് തന്നെ പറയണം. ഈ VS പക്ഷക്കാരനായിപ്പോയി എന്നതുകൊണ്ടാണ് ഈ സക്രിയ രാഷ്ട്രീയത്തിൽ താങ്കൾ സജീവമാകാതിരുന്നത് എന്ന് ആർക്കെങ്കിലും തോന്നിയ കുറ്റം പറയാൻ പറ്റും? അല്ല, അത് തീർച്ചയായിട്ടും കുറ്റം പറയാൻ പറ്റും. കാരണം എന്താ പറഞ്ഞാൽ VS പക്ഷക്കാരനാണ് ഞാൻ എന്ന് പറയുന്ന VS പക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷം എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം അതേ സമയത്ത് തന്നെ മറുപക്ഷം എന്ന് പറയുന്നത് പിണറായി വിജയൻ അടക്കമുള്ളവരല്ലേ. അദ്ദേഹമൊക്കെ എന്നോട് കാണിച്ചിട്ടുള്ള സ്നേഹത്തിനൊന്നും ഒരു അതിരില്ല. അത്രയധികം സ്നേഹം. ഈ VS ചേർത്ത് പിടിച്ചതുപോലെ ചേർത്ത് പിടിച്ചിരുന്നോ താങ്കളെ? പിണറായി വിജയേട്ടൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അടുപ്പാണ്. ഏത് ഇഷ്യൂ വന്നാലും ഞാനിപ്പോൾ ഈ വീട് പൊളിച്ച് പുതിയ വീടാക്കാൻ പോകുന്നത് ഞാൻ ആദ്യം പറഞ്ഞത് VS-നോടല്ല, പിണറായിയോടാണ്. അങ്ങനെ അവരുടെ അനുവാദം ഇല്ലാണ്ട് പൊളിക്കാൻ കഴിയില്ല, നാട്ടുകാരുടേതാണ്. അപ്പം ഞാൻ പിണറായിയോട് പറഞ്ഞു, എന്നാലും സെക്രട്ടറിയാണ്, പാർട്ടി സെക്രട്ടറി. ഞാൻ ചോദിച്ചേട്ടാ ഇത് നിൽക്കൂല, പാർട്ടി സെക്രട്ടറിയാണ്, പാർട്ടി സെക്രട്ടറി, ഇത് നിൽക്കൂല, ഇനി അത് പൊളിച്ചിട്ട് നമ്മളെ കല്യാണമാണ് വരാൻ പോകുന്നത്, ഞാൻ പിന്നെ അത് പുതിയൊരു വീടെടുക്കും. പിന്നെ എന്നോട് അതിൻ്റെ ആ അനുബന്ധ കെട്ടിടമെല്ലാം അടിയില്ലേന്ന് ഈ പഞ്ചാബും കാശ്മീർ എന്നൊക്കെ അതെല്ലാം അവിടെ ഇല്ലേന്ന്. ഞാൻ അവിടെ ഉണ്ട്, ഇത് പൊളിക്കാതെ രക്ഷയില്ല. ശരി, അതേ പറ്റൂ, അത് ഇത്രയും കാലം നിന്നല്ലോ, അത് തന്നെ ഭാഗ്യം. കാരണം മൂപ്പരിവിടെ ഒന്ന് താമസിച്ചിട്ടുണ്ട് പലപ്പോഴും, ആര് പിണറായി താമസിച്ചിട്ടുണ്ട്. അതുപോലെ രാഷ്ട്രീയമായ എൻ്റെ നിലപാടുകളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഒരിക്കലും പിണറായി പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഈ അങ്ങനെ പറയൂല്ലോ, അല്ല അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞാൽ അത് കാണിക്കുന്ന ചില ഉദാഹരണമായിട്ട് ഇവിടെ ഈ AV സ്മാരക ഇവിടെ ഒരു വായനശാലയുണ്ട്. ഈ വായനശാലയുടെ ആദ്യത്തെ കെട്ടിടം കേളുകെട്ടനാണ് ഉദ്ഘാടനം. അത് ഞാൻ തന്നെ അന്നേരം ചെയർമാൻ. ആ സമയത്ത് അത് ഓടിട്ടതാണ്, എല്ലാം ഇങ്ങനെ പലയിടത്തുനിന്ന് സംഘടിപ്പിച്ചതാണ്. അത് പൊളിച്ച്, കാരണം പൊളിഞ്ഞു, അത് പൊളിച്ച് ഞാൻ പുതിയ രണ്ട് നിലയുള്ളൊരു കോൺക്രീറ്റ് കെട്ടിടം, അതിൻ്റെ ചെയർമാൻ ഞാൻ തന്നെ. പാർട്ടിയുടെ സെക്രട്ടറി ബ്രാഞ്ചിൻ്റെ സെക്രട്ടറി അന്ന് കൂത്തൂർ നാരായണൻ, പിന്നീട് അങ്ങോട്ട് വിനീഷ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ളവർ, ഗിരീഷ് തുടങ്ങിയിട്ടുള്ളവരെല്ലാം അതിൻ്റെ മുന്നണിയിലുള്ളത്. അത് ഉദ്ഘാടനം ചെയ്യാൻ നേരത്തെ വേറെ ആരുമല്ല, പിണറായി വിജയനെ തന്നെ വിളിച്ചു. ഞാൻ വിജയേട്ടൻ്റെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഓ ഞാൻ വരുന്നു. മൂപ്പർ ഈടെ വന്ന് ഇരുന്ന് ചായയെല്ലാം കുടിച്ചത് ഈ ഇതിലേക്കൂടെ നേരെ അങ്ങോട്ട് പോയി അവിടെ വന്നിട്ട് അത് ഉദ്ഘാടനം ചെയ്തു. ആ ഉദ്ഘാടനം ചെയ്ത സമയത്തൊക്കെ എന്നോട് കാണിക്കുന്ന ഒരു സ്നേഹവും ഒരു ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അതേസമയം അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെട്ട ചിലരോട് അദ്ദേഹം അങ്ങനെ ഒരു സ്നേഹമോ ഇതൊന്നും കാണിച്ചിട്ടില്ല. അത് അച്ഛനോടുള്ള സ്നേഹമാണ് താങ്കളോട് കാണിച്ചതെന്നാണ് എന്നോട് കാണിച്ചത്. എന്നോട് ഞങ്ങൾ തമ്മിൽ മെമ്പർഷിപ്പ് എനിക്ക് തരുന്ന KSFന്റെ മെമ്പർഷിപ്പ് നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ പ്രവർത്തനം, അത് എന്നെക്കാൾ പ്രായമുള്ള ആളാണ്, 7 വയസ്സ് അധികം. മെമ്പർഷിപ്പ് തരുന്നത് പിണറായി വിജയനാണ് ഈ മെമ്പർഷിപ്പ് തരുന്നത്. ഈ മെമ്പർഷിപ്പ് തരുന്നത് പിണറായി വിജയൻ, അതുപോലെ ബോംബെയിലുള്ള ഒരു പിന്നെ രാഘവ മാഷുണ്ട്. രാഘവ മാഷ്, ഒരു നാരായണൻ, കാഞ്ഞങ്ങാടുള്ള PV നാരായണൻ, ഇവർ 3 പേരും കൂടി വന്നിട്ടാണ് എനിക്ക് മെമ്പർഷിപ്പ് തരുന്നത്. ഞാൻ പറഞ്ഞു ഇനി പ്രായമായ ചേട്ടാ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു പ്രായമൊന്നും നോക്കണ്ട, നീ ഇത് വെച്ചങ്ങ് മുന്നോട്ട് പോകണം പരിപാടി ഈ സത്യത്തിൽ ഇപ്പോഴത്തെ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ പുതിയ ജനറേഷനിലെ ഈ കുട്ടികളൊക്കെ ഭയങ്കര സേഫ് സോണിൽ നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പല നേതാക്കളുടെ മക്കൾ സമ്പന്നരാണ്. അപ്പോൾ അങ്ങനെയെല്ലാം നോക്കുമ്പോൾ AV കുഞ്ഞമ്പുവിൻ്റെ മക്കൾ, ആ AV കുഞ്ഞമ്പുക്ക് അനുഭവിച്ച ബുദ്ധിമുട്ടുകളും ഒരു വീട് ഇങ്ങനെ ഇപ്പോഴാണ് നമ്മളൊരു വീട്ടിലേക്കൊക്കെ മാറുന്നത്, അതിനെയൊക്കെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഈ രണ്ട്? അതെ, അത് ഞാനിങ്ങനെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇപ്പം 100 വയസ്സിന് മുകളിലാവും, 100 അല്ല 100 അപ്പോൾ ആ സമയത്തുള്ള പാർട്ടി നേതാക്കളുടെ സ്ഥിതി എന്താണെന്നാണ് ഈ സഖാവ് EMS എന്ന് പറഞ്ഞാൽ EMSയുടെ പലവട്ടം വന്നിട്ടുള്ളത്. എൻ്റെ മോനെ എടുത്തുകൊണ്ടുള്ള ഫോട്ടോ ഉണ്ട്. അതുപോലെ ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്നെ തിരുവനന്തപുരത്തുള്ള വീടുണ്ടല്ലോ, ആ വീട്ടിൽ അദ്ദേഹം ഉണ്ടാവില്ല, അനിയേട്ടൻ എവിടെയെങ്കിലും പോകും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവിടെ വീട്ടിൽ രാത്രി കാവലെടുക്കാൻ പോകുന്നത് ഞാനാണ്. അമ്മയൊക്കെ ആ രീതിയിൽ അറിയുന്നതാണ്. അപ്പോൾ EMSൻ്റെ അവസാന കാലം, ആദ്യകാലം മുതൽ അവസാന കാലം വരെ എത്രയോ സമ്പന്നമായ അന്തരീക്ഷത്തിൽ ജനിച്ച് ജീവിച്ച ഒരാളാണ്. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ? അതുപോലെ P കൃഷ്ണപിള്ളയുടെ എന്തായിരുന്നു? അതുപോലെ ആ കാലഘട്ടത്തിൽ അച്ഛൻ്റെ ആ ഒരു ഏജ് ഗ്രൂപ്പ് എടുക്കാം. ആ ഏജ് ഗ്രൂപ്പിൽ അന്ന് ജീവിച്ചിരുന്ന മിക്കവാറും നേതാക്കന്മാരുടെ എല്ലാ സ്ഥിതി സാമ്പത്തികമായും വളരെ അധോഗതിയാണ്. കാരണം ഒരു 5 രൂപ, ഇപ്പോൾ ഉദാഹരണം എനിക്ക് കണ്ണിന് സുഖമില്ലായിരുന്നു ഞാൻ പഠിക്കുന്ന സ്ഥലത്ത്, അച്ഛൻ്റെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടായിട്ടില്ല. അച്ഛൻ എന്ത് ചെയ്യുന്നത് കഴിഞ്ഞാൽ കാഞ്ഞങ്ങാട് വിളിച്ച് കേളുവട്ടൻ, പഴയ കേളുവട്ടനെ അറിയുന്നില്ല, കോഴിക്കോട്ടെ കേളുവട്ടനല്ല, കേളുവട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ മോന് കണ്ണ് സുഖമില്ല, നീ പിന്നെ മംഗലാപുരത്ത് കൊണ്ടുപോയി അടപ്പേനെ കാണിക്കണം. അടപ്പ എന്ന് മറ്റൊരു ഡോക്ടർ ഉണ്ടാകുമ്പോൾ എന്നെ കുട്ടി കൊണ്ടുപോയത് കേളുവട്ടനാണ്.
അപ്പോൾ ഞാൻ എൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ നടന്ന ഒരാളെ കണ്ടു, ഒരു 5 രൂപ ഇട്ടു. ഒരു 5 രൂപ പിടിച്ച് കീശയിലിട്ടിട്ടാണ് മംഗലാപുരത്തേക്ക് പോകുന്നത്. ഈ മംഗലാപുരത്ത് എത്താനേ അത് കൊള്ളുള്ളൂ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ മംഗലാപുരത്തെ ഏതെങ്കിലും ഒരു മലയാളിയെ കാണും. വല്ലാത്ത കാലം അല്ലേ? വല്ലാത്ത ജീവിതത്തെ കുറിച്ചുള്ള ഒരു നോട്ടം അല്ല, ഇത് തന്നെ കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നു, കാലം മാറുന്നു, അതിനനുസരിച്ച് ഈ ലോയേഴ്സ് യൂണിയനിലേക്ക് എപ്പോഴാണ് എത്തുന്നത്? ലോയേഴ്സ് യൂണിയൻ 82-ലാണ് ലോയേഴ്സ് യൂണിയൻ വരുന്നത്. അതിനു മുമ്പ് 78-ൽ ഈശ്വരയിൽ ഒരു ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞുകൊണ്ട് തന്നെ അന്ന് നിശബ്ദമായ വക്കീലന്മാരെ മുഴുവൻ ചീത്ത പറഞ്ഞുകൊണ്ട് ഈശ്വരയിൽ ആൻറ്റി അതോറിറ്റേറിയൻ മൂവ്മെൻറ്റ് എന്നും പറഞ്ഞൊരു മൂവ്മെൻറ്റ് ഉണ്ടാക്കി. അതാണ് ലോയേഴ്സ് യൂണിയൻ്റെ ആദ്യ പതിപ്പ്. ആദ്യത്തെ അതാണ്. എപ്പോഴാണ് ലോയേഴ്സ് യൂണിയൻ രൂപീകരിക്കുന്നത്? 82. അന്ന് നിങ്ങൾ മെമ്പർഷിപ്പ് ഉണ്ട്. സ്ഥാപക കമ്മിറ്റിയിൽ താങ്കൾ? ആ കമ്മിറ്റിയല്ല, അത് സെൻട്രൽ കമ്മിറ്റിയല്ല. അന്നേരമല്ലേ നമ്മളിങ്ങനെ കൂടെ പോകാറുള്ള. എത്ര പേരുണ്ട് ഇന്ത്യ കേരളത്തിൽ ലോയേഴ്സ് യൂണിയൻ മെമ്പേഴ്സ് ആ സമയത്താണ്? ആ സമയത്ത് ഇപ്പോഴുള്ളത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു 12,000 മെമ്പേഴ്സ് ആക്റ്റീവായിട്ട്, പിന്നെ 20,000-ഓളം മെമ്പർഷിപ്പ് ഉണ്ട്. 20,000 മെമ്പർഷിപ്പ്. മൊത്തം വക്കീലന്മാർ എത്രയുണ്ട്? മൊത്തം 39,000 പേരാണ് ഈ എൻറോൾമെന്റിൽ കാണുന്നത്. 40,000 പകുതിയും ഈ ഇന്ത്യൻ. നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ആരാ? ശരി, സംസ്ഥാന പ്രസിഡന്റ് പിന്നെ കുറുപ്പ് സാർ, ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് അല്ലെ? അതാണ് ഇപ്പോഴത്തെ സിസ്റ്റം. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ആയിട്ട് എത്ര കാലം ഉണ്ടായിരുന്നു? ഞാൻ ഈ ബാർ അസോസിയേഷൻ പ്രസിഡന്റ്, ഇക്കൊല്ലം ബാർ അസോസിയേഷൻ പ്രസിഡന്റ്. എത്ര കാലം ഉണ്ടായിരുന്നു? ഇതിനു മുമ്പ് ഒരു 10 കൊല്ലം മുമ്പ് വരെയുള്ള ഒരു 20 കൊല്ലക്കാലം തുടർച്ച. 20 വർഷം പയ്യന്നൂർ ബാർ അസോസിയേഷൻ. തലശ്ശേരിയിൽ എത്ര കാലം ഉണ്ടായിരുന്നു? തലശ്ശേരിയിൽ അവിടെ 4 കൊല്ലം. 4 കൊല്ലം MKD-യുടെ കൂടെ. അതിനുശേഷം പയ്യന്നൂരിൽ സ്വതന്ത്ര പ്രാക്ടീസ് ആയിട്ട് പോകും. മക്കൾ എന്ത് ചെയ്യുന്നു? ജീവിത പങ്കാളി എവിടെ കണ്ടെത്തിയത്? ജീവിത പങ്കാളിയെ നമ്മൾ ഈ ഇവിടെ നമ്മൾ വളണ്ടിയർമാരെല്ലാം കൂടെ ഒരു ദിവസം കടന്നുറങ്ങിയ ഒരു വീടുണ്ട്, തനകുന്നത്ത് കാന വീട്. ആ വീട്ടിലൊരു സ്ത്രീ ഉണ്ട്, എന്നോട് ഒരു പെണ്ണുണ്ട് എന്ന് എന്നോട് പറയുന്നത് TO നേട്ടനും നാരായണേട്ടനുമാണ്. രണ്ടുപേരും MLA ആണ്. അവർ വന്നിട്ട് അമ്മയോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പെണ്ണുണ്ട്, ആ പെണ്ണ് ഞാൻ അതൊന്നും ആലോചിക്കാമെന്ന് പറഞ്ഞു അമ്മ. അപ്പോൾ അമ്മയോട് നാരായണേട്ടൻ പറഞ്ഞു, അന്നേരത്തെ ഇവിടുത്തെ MLA ആണ്, പയ്യന്നൂരത്തെ MLA, AV ഉണ്ടായിരുന്നെങ്കിൽ പോയി ഉറപ്പിച്ച് പോകാനാരാണെന്ന് പറയുമായിരുന്നു. ഉടനെ അമ്മക്ക് മറ്റേ ഇഞ്ചിങ് വന്നു. അമ്മ പറഞ്ഞു, AV ഇല്ലെങ്കിലും അത് തന്നെ പറയാൻ പോകും. ദേവയാനി പറയും, പോയി ഉറപ്പിച്ചു ആണ്. ഒന്നും കണ്ടിട്ടില്ല, എന്നെയും കണ്ടിട്ടില്ല. എനിക്ക് പേടി എന്താ പറഞ്ഞാൽ ഈ പെമ്പിള്ളേരാരെങ്കിലും എന്നെ കണ്ടാൽ, ആ സമയത്ത് എന്നെ കണ്ടാൽ, ഇപ്പൊ ഞാൻ ആ സമയത്ത് എന്നെ കണ്ടാൽ എന്നെ കല്യാണം കഴിക്കില്ല. ഒന്നൊരു ചെറിയ മീശ, ഈ ഒരു ശരിയായ ഒരു മസിലെല്ലാം വെച്ചിട്ട് കറുത്ത് 33 കേസും പിന്നീട് ഒഴിവായി. അല്ല, അത് എല്ലാ ജയിലിൽ കിടന്നിട്ടുണ്ട്, പക്ഷെ ഒന്നും ശിക്ഷിച്ചിട്ടില്ല. 33 കേസും കുറ്റവിമുക്തരായി. അങ്ങനെയാണ് അതിന്റെ പോക്ക്. ഇപ്പൊ എന്തുണ്ട് ജീവിതം? മക്കൾ എത്ര പേരുണ്ട്? മക്കൾ 2 പേരാണ്. ഭാര്യയുടെ പേര് പറഞ്ഞില്ല. ഭാര്യയുടെ രാധാമണി. എന്താ പ്രൊഫഷൻ? അവള് ഇവിടെ ലെക്ചറായിരുന്നു ഈ ഇതില് പയ്യന്നൂർ കോളേജിൽ. കുറച്ചു കാലേ ഉള്ളൂ. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. അപ്പൊ മലയാളം ബോർഡ് വായിക്കണം ഇതിന്റെ. അതുകൊണ്ട് ഭയങ്കര സങ്കടത്തിൽ അങ്ങനെ രാജിവെച്ചു. ബസ്സിലെ മലയാളം ബോർഡ് വായിക്കാൻ പറ്റാത്തോണ്ട് ജോലി വെച്ച ഭാര്യ വലിയ നഷ്ടമല്ലേ? നഷ്ടമാണ്. അതിന് അമ്മമാരെ അത് ഗൗരവത്തിലെടുത്തില്ല. മക്കൾ എത്ര പേരെ? മകൾ 2. ഒരാള് ആർക്കിടെക്ട് ആണ്. പേരെന്താണ്? മാരീഡാണോ? മാരീഡ് സ്വപ്ന. അവള് ആർക്കിടെക്ട് ആണ്. ജേക്കബ് സാറിന്റെ മോളാണ്, ക്രിസ്ത്യൻ. ജേക്കബ് സാറിന്റെ മോള്. നമ്മളെ ഈ വിമാന കമ്പനിയിലുണ്ടായ ജേക്കബ് സാർ. അവരൊന്നിച്ച് ശങ്കർ സാറിന്റെ കൂടെയായിരുന്നു. ശങ്കർ സാർ അക്കാലത്തുണ്ടായ പരിചയത്തിൽ. രണ്ടാമത്തെ മകള് ആശ. അതായത് VS-ന്റെ മൂത്തവനും അരുണും. എന്റെ മോള് ആശയാണ്. അല്ല, അങ്ങനെ ഇട്ടതല്ല, ആക്സിഡന്റിലായിട്ട് വന്നതായിരിക്കും. എന്റെ മകന്റെ പേരും അരുണും ആശയാണ്. VS-ന്റെ. അത് എന്റെ മകള് ആശ കല്യാണം കഴിച്ച് ഈ ചീമേനിയിലുള്ള നമ്മുടെ ഒരു കോപ്പറേറ്റീവ് ബാങ്കിന്റെ സെക്രട്ടറിയുടെ മകനാണ്. അല്ല, അവർ അമേരിക്കയിലാണ്. രണ്ടുപേരും. ഇവിടെ VS വരുമ്പോൾ അന്തരീക്ഷം എന്താണ്? ഇവിടെ വരുമ്പോഴൊക്കെ താമസിച്ചിട്ടുണ്ട്. പലവട്ടം പഴയ വീട്ടിൽ ഈ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. എന്റെ മുറിയിൽ ഈ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. എന്റെ വീട്ടിൽ ഇവിടെ വന്നാൽ ഉച്ചക്ക് ഉറങ്ങിയിട്ട് പോയതായിരുന്നു. മറ്റേ വീട്ടിൽ രാത്രി താമസിച്ചു. അമ്മ മരിക്കുന്നത് വരെ ഈ അമ്മയും അച്ഛനെയും എല്ലാം കാണാനും അത് VS മാത്രമല്ല, പിന്നെ പിണറായി താമസിച്ചിട്ടുണ്ട്, പിന്നെ AKG താമസിച്ചിട്ടുണ്ട്. AKG
നമ്പൂതിരിപ്പാട് വന്നിട്ടുണ്ട്. നമ്പൂരിപ്പാട് താമസിച്ചിട്ടുണ്ട്. താമസിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ ചരിത്ര പശ്ചാത്തലമുള്ള മുമ്പേ ഈ പഴയ പാർട്ടി നമ്പൂരിപ്പാടിന് താമസിച്ചിട്ടില്ല. നമ്പൂരിപ്പാട് ഇല്ല, രാവിലെ വന്ന് വൈകുന്നേരം. നിങ്ങൾ കണ്ട പാർട്ടി ഉണ്ടല്ലോ, ആയിരക്കണക്കിന് തൊഴിലാളികൾ പാടത്ത് നിന്ന് നിങ്ങൾ കൊടി ഉയർത്തുമ്പോൾ വന്നു നിന്നൊരു പാർട്ടി. അന്നത്തെ പാർട്ടി ഇന്നത്തെ പാർട്ടിനെ എങ്ങനെ വിലയിരുത്താൻ പറ്റുന്നില്ല? അല്ല, കാലഘട്ടത്തിനനുസരിച്ച് മാറ്റമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സേഫർ സോണിലേക്ക് മക്കൾ പോകുന്നു എന്ന് പറഞ്ഞില്ല, അത് ഏതാണ്ട് നമ്മളുടെ മക്കൾ എന്ന് പറയുന്നതിനും പാർട്ടി നേതാക്കന്മാരുടെ മക്കൾ എന്ന് പറയുന്നതിനും മൊത്തത്തിൽ സ്ഥിതി അങ്ങനെയല്ലേ മാറിക്കഴിഞ്ഞു. ആ സാമ്പത്തിക നമ്മളിപ്പോൾ പണ്ടിൻ്റെ ഒരു കാസറ്റും വെച്ചിട്ട് മക്കളെ ഞാനിങ്ങനെ പട്ടിണി നടന്നിട്ടാണ് ഇതെല്ലാം നടത്തിയത്. ഒന്നും നടക്കൂല. അപ്പൊ കാലത്തിനനുസരിച്ചുള്ള മാറ്റം. ഓക്കെ, എന്താണ് ഈ ജീവിതാനുഭവം കൊണ്ട് എന്താണ് സമൂഹത്തോട് പറയാനുള്ളത്? നിങ്ങളൊക്കെ കടന്നു വന്ന വഴികൾ കുറച്ച് കടുപ്പം പിടിച്ച വഴികളാണ്. എനിക്ക് തോന്നിയത് ഒന്നാണ്, ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യനെ വാർത്തെടുക്കുന്നത് അവന്റെ ജീവിതാനുഭവമാണ്. ഞാനിങ്ങനെ അനുഭവിച്ച കുറേ സംഗതികൾ എന്നിലത്തെ മനുഷ്യനെ ഉണ്ടാക്കി രൂപപ്പെടുത്തുന്നതാണ്. അപ്പോൾ ആ മനുഷ്യനെ ഉണ്ടാക്കാൻ അത് ആവശ്യമാണ്. ഇപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ചെറുപ്പക്കാരോട് ക്ലാസ്സിലെടുക്കുമ്പോൾ പറയുന്നത്, യൂത്ത് എന്ന് പറയുന്നത് ആഘോഷിക്കാനുള്ള ഒരു സമയമല്ല. ഇറ്റ്സ് ദ ടൈം ഫോർ പ്രിപ്പറേഷൻ. ജീവിക്കാൻ ഉള്ള തയ്യാറെടുപ്പിന്റെ സമയമാണ്. കൾച്ചർ ജനം അങ്ങനെയല്ല ചിന്തിക്കില്ല, സമൂഹം ഇപ്പൊ അങ്ങനെയല്ല. ഇന്ന് കിട്ടിയ ഇന്ന് നാളെ കുറിച്ച് ചിന്തയില്ല. എൻജോയ് ചെയ്യുന്ന രാഷ്ട്രീയത്തിൽ നിങ്ങളുടെ കൂടെ പഠിച്ചവരെല്ലാം മന്ത്രിമാരും വലിയ പോസ്റ്റിലേക്ക് എത്തിയില്ലേ? അതെ, കുറെ പേര് പറഞ്ഞ എല്ലാവരും മന്ത്രിമാരായിരുന്നു. പക്ഷെ പറയപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. അല്ല, പക്ഷെ അങ്ങനെയൊക്കെ ഒരു ഇത്രയും ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിട്ടും പൊളിറ്റിക്സിൽ പോയി ഒരു മന്ത്രിയൊക്കെ ആയിരിക്കേണ്ട ആള് ഇവിടെ അഭിഭാഷകനായി ചുരുങ്ങി പോയൊരു സങ്കടമുണ്ടോ? അതെ, ഇവിടെ ചുരുങ്ങിയത് പയ്യന്നൂരിലേക്ക് ചുരുങ്ങിയത്. സങ്കടമുണ്ടോ? അഭിഭാഷകനായിട്ട് തുടങ്ങുന്നത് തലശ്ശേരിയാണ്. അല്ല, അതല്ല, ഇവരൊക്കെ ഈ പോസ്റ്റിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലെവലിൽ ഒരു മന്ത്രിപദത്തിലേക്ക് എത്താമായിരുന്നില്ല. അതെ, നഷ്ടബോധമൊന്നുമില്ല. കാരണം എന്താ പറഞ്ഞാല് കുടുംബം അനാഥായി. അല്ല, കുടുംബത്തെ ഏറ്റെടുക്കേണ്ടി വന്നത്, ഏറ്റെടുക്കേണ്ടി വന്നുകൊണ്ട് എനിക്ക് മന്ത്രി പദവി അത്രയും വലിയ ഉയർന്ന തലത്തിലേക്ക് എനിക്ക് തോന്നുന്നത് അത് ജനങ്ങളോട് മുഴുവൻ ചെയ്യാവുന്ന ഒരു ഉത്തരവാദിത്തമായിട്ട് മാറുകയാണ്. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ അനാഥമായി പോകുന്ന ഒരു കുടുംബത്തിലെ 6 അംഗങ്ങളോട് ഞാൻ എന്റെ നീതി പുലർത്തി. അത് എനിക്ക് തന്നിട്ടുള്ള ഒരു സന്തോഷം. അപ്പോൾ നമ്മുടെ സമയം തീരുകയാണ്. നമ്മൾ ഈ വിജയകുമാർ വക്കീലിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കടന്നു വന്ന വഴി. ഇന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ സേഫായിട്ട് ടൈയും കൊട്ടൊക്കെ ഇട്ട് ചെറിയ പ്രായത്തിൽ തന്നെ പ്ലേ സ്കൂളിൽ പോകുന്നു, പിന്നെ LKG UKG പോകുന്നു, അത് കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം, ഡിഗ്രി ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൃത്യം പഠനം, വേറെ പണികളൊന്നുമില്ല. ചായക്കടയിൽ പണിയെടുത്ത് രാവിലെ പോയി 8 മണിക്ക് വയലിൽ നിന്ന് കൊടി പിടിച്ച് തൊഴിലാളികളെ സംഘടിപ്പിച്ച് ഉച്ചയ്ക്ക് 12 മണിക്ക് അവരെ സമരത്തിൽ പങ്കെടുത്ത് 33 കേസുകളിൽ പ്രതിയായി പിന്നെ അഭിഭാഷകനായി തിരിച്ച് സ്വന്തം തട്ടകത്തിൽ നിന്ന് കുടുംബത്തെ നോക്കി ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം ഇനിയുള്ള തലമുറക്ക് അങ്ങനെ ഒരു കഥ പറയാൻ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിന്ന് ജീവിക്കുന്ന വലിയ സമ്പൽ സമൃദ്ധിയിലാണ്. ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. നമ്മൾ അത്രയേറെ വളർന്നു കഴിഞ്ഞു. ഇത് ഇടയ്ക്ക് നമ്മളൊന്ന് ഓർക്കണം. ഇടയ്ക്ക് ഇത്തരം ചില ചിന്തകൾ, ഇങ്ങനെ കുറേ മനുഷ്യരൊക്കെ ഭൂമിയിൽ ഉണ്ടായിരുന്നു. AV കുഞ്ഞമ്പു എന്ന മനുഷ്യർക്ക് നടത്തിയ പോരാട്ടങ്ങൾ, VS-ഉം EMS-ഉം ഇങ്ങനെയുള്ള കുറേ ആളുകളുടെ ജീവിതം ഇദ്ദേഹം തൊട്ടറിഞ്ഞ് നമ്മളോട് പറഞ്ഞു. ഇതെല്ലാം ഇടയ്ക്ക് ഓർക്കുന്നത് നല്ലതാണ്. വന്ന വഴി മറക്കാതിരിക്കാൻ ഈ എപ്പിസോഡ് ഞാൻ പ്രേക്ഷകർക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. പ്രേക്ഷകർക്കും ഒപ്പം വക്കീലിനും സക്സസിലൂടെ നന്ദി, നമസ്കാരം.